നമസ്കാരം. പ്രൈം ഡിബേറ്റിലേക്ക് സ്വാഗതം. മതനിരപേക്ഷതയാണ് കേരള രാഷ്ട്രീയത്തിന്റെ മുഖമുദ്ര എന്ന് പറയുന്ന മുന്നണികൾ. പക്ഷേ വോട്ടിന്റെ കാര്യം വന്നാൽ മതസംഘടനകളുടെ ഫോൺ കോളിന് മുന്നിൽ കൈകൂപ്പി നിൽക്കുന്നില്ലേ? മതസംഘടനകളുടെ സമ്മർദ്ദം UDF, LDF മറികടക്കും എന്ന് പറയുന്നത് വെറും രാഷ്ട്രീയ നാടകമല്ലേ? വോട്ട് ബാങ്ക് ഭയം കൊണ്ട് നിലപാടുകൾ മൃദുവാകുമ്പോൾ തീരുമാനങ്ങൾ എഴുതുന്നത് ആര്? സർക്കാരാണോ മത നേതൃത്വമാണോ? കേരളം ഭരിക്കുന്നത് ജനാധിപത്യമോ അല്ലെങ്കിൽ മതസംഘടനകളുടെ സമ്മർദ്ദ രാഷ്ട്രീയമോ? പെരുന്നാളുകൾക്ക് 3 ദിവസത്തെ അവധി ആവശ്യപ്പെട്ട് സമസ്ത രംഗത്തെത്തിയത് ഒടുവിലത്തെ ഉദാഹരണം. സ്കൂൾ സമയമാറ്റത്തിലെ സർക്കാർ ഉറപ്പ് പാലിക്കൽ, വെള്ളിയാഴ്ച ജുമാ നമസ്കാര സമയത്തെ പരീക്ഷ ഒഴിവാക്കൽ, ഇവയും സമസ്തയുടെ ആവശ്യങ്ങൾ. ചോദ്യം ഇതാണ്: ഇത് വിശ്വാസത്തിന്റെ ആവശ്യമാണോ, അധികാരത്തിന് മുന്നിലെ സമ്മർദ്ദ രാഷ്ട്രീയമോ? ഇത് അംഗീകരിച്ചാൽ നാളെ എല്ലാ മതസംഘടനകളും അവധി കലണ്ടർ എഴുതുമോ? ഇസ്ലാം മത സംഘടനകൾക്ക് കീഴടങ്ങുന്ന UDFന്റെ ന്യൂനപക്ഷ പ്രീണനവും ഭൂരിപക്ഷ സമുദായ സംഘടനകളെ പ്രീണിപ്പിക്കുന്ന LDFന്റെ മൃദു ഹിന്ദുത്വവും ചർച്ചയാകുമ്പോൾ UDF ജമാഅത്തെ ഇസ്ലാമിക്ക് കീഴടങ്ങുന്നത് മുന്നിൽ കണ്ട് സമസ്തയും സമ്മർദ്ദ തന്ത്രവുമായി എത്തുമ്പോൾ ഗുണം BJPക്കോ? പ്രൈം ഡിബേറ്റ് ചർച്ച ചെയ്യുന്നു. പ്രീണനത്തിന് അവധി നൽകുമോ മുന്നണികൾ? വികസന രാഷ്ട്രീയത്തെക്കാൾ മതസാമുദായിക സംഘടനകൾക്ക് കീഴടങ്ങുകയാണോ UDFും LDFും എന്നുള്ള സംശയം ബലപ്പെടുന്ന ഒരു സാഹചര്യമാണ് തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് കാണാൻ കഴിയുന്നത്. ജമാഅത്തെ ഇസ്ലാമിയെ കൂടെ കൂട്ടുന്ന UDF, ഭൂരിപക്ഷ സമുദായ വോട്ടുകൾ ലക്ഷ്യമിടുന്ന LDF പരസ്പരം വർഗീയത ആരോപിച്ച് തെരഞ്ഞെടുപ്പിന് മുൻപ് പ്രചാരണം തുടങ്ങുന്ന ഈ സമയത്ത് ഏറ്റവും ഒടുവിൽ ഇസ്ലാം മത സംഘടനയായ സമസ്ത പെരുന്നാളുകൾക്ക് 3 ദിവസത്തെ അവധി ആവശ്യം പോലും മുന്നോട്ട് വയ്ക്കുകയാണ് പ്രമേയത്തിലൂടെ. അതോടൊപ്പം തന്നെ ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ സമസ്ത പ്രമേയം പാസാക്കുമ്പോൾ അത് UDFന് നൽകുന്ന ശക്തമായ മുന്നറിയിപ്പ് കൂടിയല്ലേ? പ്രൈം ഡിബേറ്റ് ചർച്ച ചെയ്യുകയാണ്. ശ്രീ മുസ്തഫ മുണ്ടുപാറ, ഡോക്ടർ G ഗോപകുമാർ, ശ്രീ ശ്രീജിത് പണിക്കർ, ശ്രീ N ശ്രീകുമാർ എന്നിവരാണ് പ്രൈം ഡിബേറ്റിൽ ചേരുന്നത്. ആദ്യം ഡോക്ടർ G ഗോപകുമാർ, സമസ്തയുടെ പ്രമേയം അത് എന്ത് ലക്ഷ്യമിട്ടുള്ളതാണ്? സ്വാഭാവികമായും തെരഞ്ഞെടുപ്പിന് മുൻപ് സമ്മർദ്ദ തന്ത്രങ്ങൾ മതസംഘടനകൾ പ്രയോഗിക്കും. അങ്ങനെ തന്നെ അതിനെ കാണാമല്ലോ, അല്ലേ? തീർച്ചയായിട്ടും സമ്മർദ്ദ തന്ത്രങ്ങൾ പ്രയോഗിക്കുക തന്നെയാണ് ചെയ്യുന്നത്. ഇത് വർഗീയതയുടെ തന്നെ നല്ല ഉദാഹരണമാണെന്ന് പറയാൻ കഴിയും. തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ വോട്ടിൻ്റെ അടിസ്ഥാനം മതാടിസ്ഥാനമോ ജാതി അടിസ്ഥാനമോ ആയി വരണമെന്ന് ശ്രമിക്കുന്ന രാഷ്ട്രീയത്തെ നമുക്ക് തീർച്ചയായിട്ടും വർഗീയതയും ജാതീയതയുമായി പരിഗണിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. അങ്ങനെയുള്ള ഒരു മൃദു വർഗീയതയുള്ള, അത് തീവ്രവാദമല്ല, എന്നാൽ മൃദു വർഗീയതയുള്ള ഒരു രാഷ്ട്രീയം തന്നെയാണ് ഇവിടെ കാണിക്കുന്നത്. ഇത് വളരെ നിർഭാഗ്യകരമായ വികസനമാണ്. പഴയ കാലത്തൊക്കെ ഒളിച്ചും തെളിച്ചുമൊക്കെ ഉണ്ടായിരുന്ന ചില പ്രശ്നങ്ങൾ ഏതെങ്കിലും ഒരു പ്രത്യേക സാഹചര്യം വരുമ്പോഴുണ്ടാകുന്ന ഒരു ഇമോഷണൽ ഡെവലപ്മെൻറ്റ് വരും. അതിനെ ചൊല്ലിയുള്ള വികാസങ്ങൾ, അതുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയം, അപ്പോൾ അങ്ങനെ തുടങ്ങിയുള്ള ഒത്തിരി കാര്യങ്ങൾ. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ 2018 ശബരിമലയുമായി ബന്ധപ്പെട്ട് വന്ന സമയത്ത് വലിയ പ്രക്ഷോഭം നടന്നപ്പോഴുണ്ടായ മാറ്റങ്ങൾ. അപ്പോൾ അവിടെയൊക്കെ ഒരു ആൾക്കാർക്ക് പ്രത്യേക രീതിയിൽ പ്രതികരിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അതിനെതിരെ പൊളിറ്റിക്കൽ സിസ്റ്റത്തിൽ റിയാക്ഷൻ ഉണ്ടാകും. അതല്ല, അതിനപ്പുറം കടന്ന് ഒരർത്ഥത്തിൽ പറഞ്ഞാൽ വളരെ നാണം കെട്ട രീതിയിലാണ് മത്സരിച്ച് താലോലിക്കുന്ന വർഗീയത. ഞാനിതിനെ കോമ്പറ്റേറ്റീവ് കമ്മ്യൂണലിസം എന്ന് പറയും. മത്സരാധിഷ്ഠിതമായ വർഗീയത തന്നെയാണ്. ഇപ്പോൾ ഒരു നറേറ്റീവ് പൊതുസമൂഹത്തിൽ രൂപപ്പെട്ട് കഴിഞ്ഞുവല്ലോ. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം, പ്രത്യേകിച്ചും ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം അങ്ങനെ വന്നതാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം അത് കൂടുതൽ ശക്തമാവുകയാണ്. ഇപ്പോൾ UDF ന്യൂനപക്ഷ പ്രീണനം നടത്തുന്നു, അതേസമയത്ത് LDF ഭൂരിപക്ഷ സമുദായങ്ങളുടെ വോട്ട് നേടുവാനുള്ള ശ്രമം നടത്തുന്നു. അതാണല്ലോ താങ്കൾ ഈ കോമ്പറ്റേറ്റീവ് കമ്മ്യൂണലിസം എന്ന് ഉദ്ദേശിക്കുന്നത്, അല്ലേ? തീർച്ചയായിട്ടും അത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. താങ്കൾ ചൂണ്ടിക്കാണിച്ച ഒരു കാര്യം, അതായത് പൊതുസമൂഹം വളരെ നിസ്സഹായനാക്കുന്ന ഒരു സാഹചര്യമാണ്. കാരണം പൊതുസമൂഹത്തിന് അവരുടേതായ സ്വതന്ത്ര അഭിപ്രായമുണ്ട്. അങ്ങനെയുള്ളൊരു പൊളിറ്റിക്കൽ സിസ്റ്റമായിട്ടാണ് കേരളത്തെ നമ്മൾ പഴയ കാലത്ത് കണ്ടിരുന്നത്. അതിൽ നിന്നൊക്കെ തെന്നിമാറി വളരെ ഓപ്പണായിട്ട്, വളരെ ഒരു മടിയുമില്ലാതെ
പച്ചയ്ക്ക് വർഗീയത പറയുന്ന രീതിയിലേക്ക്, കാരണം ഒരു ഗ്രൂപ്പിനെ ആശ്വസിപ്പിക്കുമ്പോൾ മറു ഗ്രൂപ്പ് മറുവശത്തേക്ക് പോകും. അപ്പോൾ അതിൻ്റെ അർത്ഥത്തിലുണ്ടാകുന്നൊരു ധ്രുവീകരണമല്ലേ ഇവിടെ ശ്രമിക്കുന്നത്. അപ്പോൾ അതിന് വലിയ തിരിച്ചടി ഉണ്ടാവില്ലേ? പൊതുസമൂഹം ഇതെങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമെന്നുള്ളതാണ്. പൊതുസമൂഹത്തിന് പുറത്തിറങ്ങി വന്നൊരു ജാഥ നടത്താനോ പ്രതിഷേധം പ്രകടിപ്പിക്കാനോ കഴിയില്ല. പക്ഷേ വോട്ടിൻ്റെ കാര്യം വരുമ്പോൾ തീർച്ചയായിട്ടും അവർക്ക് അവരുടേതായ ഒരു വ്യക്തിപരമായ അഭിപ്രായം ഉണ്ടാകും. ആ അഭിപ്രായം പറയുന്നത് ചിലപ്പോൾ ഈ രണ്ട് മുന്നണിയെയും വിമർശിച്ചു കൊണ്ടുള്ളതായിരിക്കാം. അപ്പോൾ ചുരുക്കത്തിൽ ഇതിൽ വല്ലാത്തൊരു വലയത്തിൽ ചെന്ന് പെട്ടിരിക്കുകയാണ് ഈ രണ്ട് പ്രധാനപ്പെട്ട മുന്നണികളും. അത് ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ UDF സ്വീകരിക്കുമെന്ന് പരസ്യമായി പറഞ്ഞത് അത് ആവശ്യമില്ലാത്ത ഒരു കാര്യമായി മാറിയില്ലേ? അതിന് പിന്നാലെ സമസ്ത പ്രമേയം പാസ്സാക്കുന്നു ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ. അത് സ്വാഭാവികമായി UDFനെ സമ്മർദ്ദത്തിലാക്കുന്നതാണ്. ചിലപ്പോൾ അത് LDFിൽ നിന്നും അങ്ങനെ ഒരു നീക്കം ഇല്ലേ സമസ്തയ്ക്ക് മേലുണ്ടായിരുന്നു എന്ന് പോലും ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കാരണം സമസ്തയിൽ തന്നെ രണ്ട് വിഭാഗങ്ങളുണ്ട്, ലീഗ് അനുകൂലികൾ, ലീഗ് വിരുദ്ധർ എന്ന് പറയുന്നു. അതിൽ ലീഗ് വിരുദ്ധർ സ്വാഭാവികമായിട്ടും LDFിനോട് അനുകൂലിച്ച് നിൽക്കുന്നവരാണ്. LDF സർക്കാരിൽ നിന്ന് അവർക്ക് ഗുണവും കിട്ടുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ചിലപ്പോൾ ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ, അത് സമസ്തയുടെ പ്രഖ്യാപിത നിലപാടാണ്, ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ ഈ സമയത്ത് ഒരു പ്രമേയം പാസ്സാക്കുന്നു. അത് UDFിന് മേലൊരു സമ്മർദ്ദം. അത് കാരണം LDF നേരിട്ട് ജമാഅത്തെ ഇസ്ലാമി ബന്ധത്തിൻ്റെ പേരിൽ UDFിനെ വിമർശിക്കുമ്പോൾ അത് ഒരു മതത്തിന് നേരെയുള്ള വിമർശനമായിട്ട് വരാം. പക്ഷേ സമസ്ത വിമർശിക്കുമ്പോൾ അങ്ങനെ കുഴപ്പമില്ല. അങ്ങനെ ഒരു കാര്യം അപ്പോൾ ഒരു LDFിന് ഇടപെടൽ പോലും അതിൽ സംശയിക്കേണ്ടി വരും. വളരെ ഡെലിബറേറ്റ് ആയിട്ട് കൊണ്ടുവന്ന ഒരു പൊളിറ്റിക്സാണ്. ജമാഅത്തയുടെ രാഷ്ട്രീയത്തിലേക്ക് വരുത്താൻ വേണ്ടി ഇടതുപക്ഷം ശ്രമിച്ചു. ആ കെണിയിലേക്ക് UDF വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കുന്നു. പ്രത്യേകിച്ച് സതീശന് വളരെ നല്ലൊരു സെക്കുലർ ഇമേജ് ഉള്ളപ്പോൾ ഈ വർഗീയ പാർട്ടികളുടെ പിറകെ പോയി താലോലിക്കുന്ന ഒരു രാഷ്ട്രീയം കാണിക്കേണ്ട കാര്യമില്ല. അങ്ങനെ ഒരു നിലപാടിൽ വളരെ മുന്നോട്ട് പോകുമ്പോൾ നിർബന്ധമായിട്ട് ജമാഅത്തയുടെ കാര്യത്തിൽ ഒരു നിലപാടെടുക്കുന്ന രീതിയിൽ, കമ്പൽ ചെയ്യുന്ന രീതിയിൽ മറുവശത്തു നിന്ന് സമ്മർദ്ദം വന്നു, ഇടതുപക്ഷത്തിൽ നിന്ന് സമ്മർദ്ദം വന്നു. ആ സമ്മർദ്ദം വരുമ്പോൾ കൂടുതൽ ജമാഅത്തെ ആക്രമിക്കാൻ ഇടതുപക്ഷം ശ്രമിക്കുമ്പോൾ മറുവശത്ത് UDFിന് അത് പിന്തുണയ്ക്കേണ്ടി വരുന്നൊരു സാഹചര്യത്തിലെത്തുകയാണ്. അപ്പോൾ ആ പൊളിറ്റിക്സ് വളരെ വളരെ വ്യക്തമാണ്. അങ്ങനെ അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ ചൂണ്ടിക്കാണിച്ച പോലെ ഒരു വശത്ത് മൃദു ഹിന്ദുത്വ സമീപനം LDF എടുക്കുമ്പോൾ മറുവശത്ത് ന്യൂനപക്ഷങ്ങളുടെ ക്രോഡീകരണത്തിലേക്ക് UDF പോകുന്നു. ഇത് തികച്ചും അനാരോഗ്യപരമാണ്. കാരണം വികസനം മാത്രമല്ല ഇവിടെ നഷ്ടമാകുന്നത്, നല്ല നയങ്ങൾ വരേണ്ട ചർച്ച, നയങ്ങളുമായി ബന്ധപ്പെട്ട്, പൊതുനയങ്ങളുമായി ബന്ധപ്പെട്ട് സമൂഹവും സംസ്ഥാനവും ഇനി അടുത്ത 5 വർഷം എങ്ങോട്ട് പോകും, അതിൻ്റെ സാമ്പത്തിക വശങ്ങൾ, അതിൻ്റെ വികസന വശങ്ങൾ, അതോടൊപ്പം സമൂഹത്തിനുണ്ടാകുന്ന മാറ്റങ്ങൾ, പ്രത്യേകിച്ച് കേരളത്തിലെ ചെറുപ്പക്കാരൊക്കെ കൊഴിഞ്ഞു പോകുന്നൊരു കാലം, വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട നയങ്ങൾ, ഇതൊന്നും ചർച്ച ചെയ്യുന്നില്ല. എന്ത് നിർഭാഗ്യമാണ് ഈ അവസരം. ശരി, ഇപ്പോൾ ശ്രീ മുസ്തഫ മുണ്ടുപാറ കൂടി ചേരുകയാണ്. ശ്രീ മുസ്തഫ മുണ്ടുപാറ, ഇപ്പോൾ സമസ്ത ഉന്നയിച്ചിരിക്കുന്ന ആവശ്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ അത് ഒരു വിലപേശൽ തന്നെയാണ്. അത് വിശ്വാസത്തിൻ്റെ പേരിലുള്ള വിലപേശൽ. അതുപോലെ തന്നെ ഇത് ഒരു തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് രണ്ട് മുന്നണികളെയും സമ്മർദ്ദത്തിലാക്കുവാനുള്ള ഒരു നീക്കമല്ലേ സമസ്തയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്? മഞ്ജുഷ, ഞാൻ തുടക്കം കേട്ടിട്ടില്ല. അതായത് സംസ്ഥയുടെ സമ്മേളനം കഴിഞ്ഞു. സമ്മേളനത്തിൽ ഒരു 21ഓളം പ്രമേയങ്ങൾ പാസ്സാക്കിയിട്ടുണ്ട്. അത് ഏതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ചർച്ച എന്ന് എനിക്കറിയില്ല. മഞ്ജുഷ ഒന്ന് സൂചിപ്പിച്ചു. പെരുന്നാളുകൾക്ക് 3 ദിവസത്തെ അവധി ആവശ്യമുണ്ട്. അതുപോലെ തന്നെ നിസ്കാര സമയത്തിനനുസരിച്ചുള്ള ഈ പരീക്ഷകളുടെ ക്രമീകരണം, അതുപോലെ നേരത്തെ വലിയ വിവാദമായ സംഭവമാണല്ലോ ഈ സ്കൂൾ സമയമാറ്റം, മദ്രസകളുടെ പ്രവർത്തനത്തിന് അനുകൂലമായിരിക്കണം എന്നുള്ള ആവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ സർക്കാർ നൽകിയ ഉറപ്പ് പാലിക്കൽ, ഇങ്ങനെയുള്ള ആവശ്യങ്ങൾ മുന്നോട്ട് വയ്ക്കുമ്പോൾ അത് സർക്കാരിനെ മാത്രമല്ല, ഇനി ചിലപ്പോൾ UDFിനാണ് ഭരണം കിട്ടുന്നത് എന്നുള്ള ഒരു മുൻധാരണയിൽ UDFിനെ കൂടി ഈ ഒരു സമ്മർദ്ദത്തിലാക്കുവാനുള്ള വിലപേശൽ എന്ന രീതിയിൽ ഈ സമയത്ത് സ്വാഭാവികമായിട്ടും തോന്നും. അതുമാത്രമല്ല, ഇവിടെ ചർച്ചയുടെ തുടക്കത്തിൽ പറഞ്ഞത് ഇവിടെ ഒരു മത്സരിച്ചുള്ള വർഗീയത, കോമ്പറ്റേറ്റീവ് കമ്മ്യൂണലിസം എന്നാണ്. അതിപ്പോൾ തന്നെ അങ്ങനെ സമൂഹത്തിലായി കഴിഞ്ഞു. UDF ന്യൂനപക്ഷ പ്രീണനം നടത്തുമ്പോൾ LDF ഭൂരിപക്ഷ പ്രീണനം നടത്തുവാനുള്ള ശ്രമമാണെന്ന്, അതായത് മൃദു ഹിന്ദുത്വത്തിലേക്കുള്ള പോക്കാണ് എന്ന്. ഇതാണിപ്പോൾ ചർച്ചയുടെ തുടക്കത്തിൽ ഇവിടെ ഉണ്ടായിരുന്നത്. ശ്രീ മുസ്തഫ മുണ്ടുപാറ. കമ്മ്യൂണലായിട്ടുള്ള ഒരു പോളറൈസേഷനിലേക്ക് കാര്യങ്ങൾ പോകാൻ പാടില്ല. പ്രത്യേകിച്ച് കേരളത്തിൻ്റെ പാരമ്പര്യം എന്ന് പറയുന്നത് പരസ്പരം സ്നേഹവും സഹകരണവും ഒക്കെ കൈമാറിക്കൊണ്ട് മുന്നോട്ട് പോയ പാരമ്പര്യമാണ്. മറ്റേതൊരു പ്രദേശം പോലെയല്ല കേരളം. അപ്പം അതുകൊണ്ട് തന്നെ ഇങ്ങനെ വർഗീയമായ ചിത്രീകരണത്തിലേക്ക് അല്ലെങ്കിൽ അത്തരമുള്ള ആരോപണ പ്രത്യാരോപണങ്ങളിലേക്ക് കാര്യങ്ങൾ പോകുന്നത് അപകടകരമാണ്. കേരളം സമീപകാലത്തായി ഈ ഒരു തലത്തിലേക്ക് നീങ്ങുന്നുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇവിടെ BJP സംഘപരിവാർ ശക്തികൾ ഇവിടെ അധികാരത്തിന് വേണ്ടി നടത്തുന്ന ശ്രമമാണ്. അതോടൊപ്പം തന്നെ
മുസ്ലിം വിഭാഗത്തിൽ നിന്നുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമി ഉൾപ്പെടെയുള്ള സംഘടനകൾ നടത്തുന്ന സമീപനം, ഇത് രണ്ടും അപകടമാണ്. ഇതിനോട് നമുക്ക് ഒരിക്കലും യോജിക്കാൻ കഴിയില്ല. പിന്നെ മഞ്ജുഷ ഇവിടെ സൂചിപ്പിച്ചു, അതായത് സമസ്തയുടെ സമ്മേളനം നടന്നപ്പോൾ ഒരു 21ഓളം പ്രധാനപ്പെട്ട പ്രമേയങ്ങൾ പാസ്സാക്കിയിട്ടുണ്ട്. സമ്മേളനത്തിൽ സർക്കാരിൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവരേണ്ടതും സമുദായത്തിൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവരേണ്ടതുമായ പൊതുവായ വിഷയങ്ങൾ ഉൾപ്പെടെയുള്ള 21 വളരെ പ്രധാനപ്പെട്ട പ്രമേയങ്ങളാണ് പാസ്സാക്കിയത്. ആ പ്രമേയങ്ങളിൽപ്പെട്ട ഒരു പ്രമേയമാണ് ഇവിടെ പരാമർശിക്കപ്പെട്ടത്. അതായത് പെരുന്നാളുകൾക്ക് 3 ദിവസം അവധി വേണം. ഈ ആവശ്യത്തിന് കേരളത്തോളം പഴക്കമുണ്ട് എന്ന് തന്നെ പറയാം. 3 ദിവസം പെരുന്നാളിന് അവധി അനുവദിക്കണമെന്നത് പലപ്പോഴും 1 ദിവസമാണ് ലഭിക്കാറുള്ളത്. അപ്പോൾ പ്രത്യേകിച്ച് സർക്കാർ ജീവനക്കാർ, അതുപോലെ തന്നെ ദൂരദേശങ്ങളിൽ പഠിക്കാൻ പോകുന്ന വിദ്യാർത്ഥികൾ, ഇവർക്കൊന്നും പെരുന്നാളിൽ അറ്റൻഡ് ചെയ്യാൻ കഴിയാത്ത ഒരവസ്ഥാവിശേഷം വരുന്നുണ്ട്. ഇത് ഇന്നും ഇന്നലെയുള്ളൊരു വിഷയമല്ല. അത് UDF ഭരിച്ചപ്പോഴും LDF ഭരിച്ചപ്പോഴും ഒക്കെ നിരന്തരം മുസ്ലിം സമുദായത്തിൻ്റെ ഭാഗത്ത് നിന്നുകൊണ്ട് ഉന്നയിക്കപ്പെട്ട ഒരാവശ്യമാണിത്. അപ്പോൾ അത് ഒരു കേരളത്തോളം പഴക്കമുള്ള ഒരാവശ്യമാണ് അതിൽ പറഞ്ഞ്. മറ്റൊന്ന് എന്ന് പറയുന്നത്, പുതുതായിട്ട് ഇവിടെ ഒരു ആവശ്യം ഉന്നയിച്ചില്ല. ഇവിടെ മദ്രസ പഠനത്തിന് വിഘാതമാകുന്ന വിധത്തിൽ ഇതുവരെ കേരളത്തിൽ അങ്ങനെ ഒരു സമീപനം ഉണ്ടായിട്ടില്ല. അത്തരം ചില നീക്കങ്ങൾ ചില കേന്ദ്രങ്ങളിൽ നിന്ന് ഉണ്ടാകുന്നുണ്ടോ എന്ന ഭയപ്പാട് കൊണ്ടാണ് ആ ഒരു രീതിയിലേക്ക് പോകാൻ പാടില്ല. നമ്മുടെ പാരമ്പര്യമായി ഇവിടെ നിലനിൽക്കുന്ന ആ ശൈലിയിലേക്ക് തന്നെ കാര്യങ്ങൾ പോകണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. അതായത് നമ്മുടെ കേരളം ഈ വിഷയം പോലും ഇപ്പം നമുക്കറിയാം. ഇന്നലെ ഇപ്പോൾ സമ്മേളനത്തിൽ പാസ്സാക്കിയ മറ്റൊരു പ്രമേയമാണ് ജില്ലകൾ വിഭജിക്കണമെന്നത്. അതിൽ ആവശ്യപ്പെട്ട പ്രമേയത്തിൽ കൃത്യമായി പറയുന്നുണ്ട്. ഇപ്പോൾ മലപ്പുറം ജില്ല ഉൾപ്പെടെ വിഭജിക്കണം. എന്നിട്ട് അവിടെ പ്രത്യേകം നോട്ട് ചെയ്ത് തന്നെ പറയുന്നുണ്ട്, പാലക്കാട്, എറണാകുളം, ഇടുക്കി പോലെയുള്ള ജില്ലകൾ, അത് ഭൂമിശാസ്ത്രപരമായ പ്രയാസമുള്ള ജില്ലകളും അതുപോലെ തന്നെ ജനസംഖ്യ കൊണ്ട് കൂടുതലുള്ള സാന്ദ്രതയുള്ള ജില്ലകളും ഒക്കെ അതിൻ്റെ പ്രത്യേകമായ സാഹചര്യത്തിൽ അതിനൊക്കെ വിഭജനം നടത്തണം എന്നൊരാവശ്യം കൂടി മലപ്പുറം ജില്ലാ വിഭജനമാണ് ഉദ്ദേശിക്കുന്നത്. അതിനോടൊപ്പം മറ്റു ജില്ലകളും കൂട്ടിച്ചേർത്തു എന്ന് മാത്രമല്ലേ കരുതാൻ കഴിയുകയുള്ളൂ. അതേ കരുതാൻ കഴിയുകയുള്ളൂ. മലപ്പുറം ജില്ലാ വിഭജനം നേരത്തെ തന്നെ ഒരാവശ്യമായിരുന്നു. അതിനോട് രാഷ്ട്രീയ പാർട്ടികൾ പ്രതികരിക്കുന്നില്ല എന്നേ ഉള്ളൂ. പക്ഷേ സമസ്ത ഉൾപ്പെടെയുള്ള മതസംഘടനകൾ ആ നിലപാടിൽ തന്നെയായിരുന്നു മലപ്പുറം ജില്ലയുടെ വിഭജനം. അല്ല, മലപ്പുറം ജില്ല മാത്രമല്ല മഞ്ജുഷ, ആ പ്രമേയത്തിൽ കൃത്യമായി നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടാവുമല്ലോ. ആ പ്രമേയത്തിൽ കൃത്യമായി പറയുന്ന പാലക്കാട്, ഇടുക്കി, അതുപോലെ തന്നെ എറണാകുളം പോലെയുള്ള ജില്ല. മലപ്പുറം മാത്രമല്ല, മലപ്പുറത്ത് ഏകദേശം ഒരു 40 ലക്ഷത്തോളം ജനസംഖ്യയുള്ള ഏറ്റവും കൂടുതൽ ജനസാന്ദ്രതയുള്ള ഒരു ജില്ലയാണ് മലപ്പുറം. ആ മലപ്പുറത്ത് വർഷങ്ങളായി ഇതും ഒരാവശ്യമാണ്. തിരൂരും അതുപോലെ തന്നെ മലപ്പുറവുമായി 2 ജില്ലകളായി രൂപീകരിക്കപ്പെടണമെന്ന ആവശ്യത്തിന് അതിന് പതിറ്റാണ്ടുകളുടെ പഴക്കമുള്ള ഒരു ആവശ്യമാണ്. ഇതൊന്നും കമ്മ്യൂണലായി കാണേണ്ട ഒരു വിഷയമല്ല. അത് ഏതെങ്കിലും മതത്തിൻ്റെ ആവശ്യമല്ല. ആ നാട്ടിലുള്ള അല്ലെങ്കിൽ ആ ജില്ലയിലുള്ള ആളുകളുടെ സൗകര്യത്തിന് വേണ്ടി, പ്രത്യേകിച്ച് ഭരണപരമായ കാര്യങ്ങൾ, പ്രത്യേകിച്ച് ഗ്രാമപ്രദേശങ്ങൾ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലേക്ക് ഇത് എത്തിക്കണമെങ്കിൽ വലിയ പ്രവിശാലമായ ഒരു ജില്ല എന്ന് പറയുമ്പോൾ അതിന് പ്രായോഗികമായ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാവും. അതുപോലെ തന്നെ അതാത് ജില്ലകൾക്ക് സർക്കാർ അനുവദിക്കപ്പെടുന്ന പ്രത്യേകമായ ഗ്രാന്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, പ്രത്യേകിച്ച് അതിൻ്റെ ഓഹരി വെക്കുന്ന സമയത്ത് അതൊന്നും ഈ ജനസംഖ്യ കൂടുതലുള്ള ജില്ലകൾക്ക് ഒരു ജില്ലക്കുള്ളതേ കിട്ടുകയുള്ളൂ. അപ്പോൾ ഇതുമായി പ്രായോഗികമായി പല പ്രയാസങ്ങളും ഇതുകളുണ്ട്. അപ്പോൾ ഒരു മാനദണ്ഡം ഉണ്ടായിക്കോട്ടെ, സർക്കാർ ഒരു തലത്തിൽ മാനദണ്ഡം ഇത്ര മുതൽ ഇത്ര വരെയുള്ള ഒരു ജില്ലകൾ, ഇത്ര മുതൽ ഒരു മൊത്തം ഒരു മാറ്റത്തിന് വിധേയമാവട്ടെ. അത് മലപ്പുറം മാത്രമല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഇതുപോലെയുള്ള ജില്ലകളൊക്കെ, ഇത് മലപ്പുറം പറയുമ്പോഴേക്കും അത് കമ്മ്യൂണലായി മാറുന്ന ഒരു വല്ലാത്തൊരു വിധി രാഷ്ട്രീയ വിലപേശലല്ല സമസ്ത നടത്തിയത് എന്നാണ് ശ്രീ മുസ്തഫ മുണ്ടുപാറയുടെ വാദം. താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? ശ്രീ മഞ്ജുഷ്, ഇത് നിശ്ചയമായിട്ടും രാഷ്ട്രീയമായിട്ടുള്ള ഒരു വിലപേശൽ തന്നെയാണ്. അക്കാര്യത്തിൽ ഒരു തരത്തിലുള്ള തർക്കവും ഉണ്ടാകേണ്ടതില്ല. കാരണം ഇതിനെ ഒരു മതരാജ്യമാണ് എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലത്തേക്കുള്ള ചില ആവശ്യങ്ങളാണ് പലപ്പോഴായിട്ട് സമസ്തയുടെ ഭാഗത്തു നിന്ന് വരുന്നത് എന്നുള്ളത് അങ്ങേയറ്റം ദുഃഖകരമായിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷേ മതരാഷ്ട്രവാദത്തിനെതിരെയുള്ള പ്രമേയവും അവിടെ പാസ്സാക്കി ജമാഅത്തെ ഇസ്ലാമി. അതാണ് അതിൻ്റെ വൈരുദ്ധ്യം. ഒരു ഭാഗത്ത് ജമാഅത്തെ ഇസ്ലാമി മതരാഷ്ട്ര സ്ഥാപനത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുകയാണ് എന്ന് പറയുകയും മറ്റൊരു ഭാഗത്ത് മതപരമായിട്ടുള്ള കാര്യങ്ങളെ മാത്രം നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്യുക എന്ന് പറയുന്നത് തീരെ റാഷണൽ അല്ല എന്നുള്ളതാണ് എനിക്ക് സമസ്തയോട് പറയാനുള്ളത്. ഇപ്പോൾ ഉദാഹരണത്തിന് ഈദുൽ ഫിത്തർ, ഈദുൽ അസ, ഈ 2 കാര്യങ്ങൾക്ക് ഈദിന് വേണ്ടിയിട്ട് 3 ദിവസത്തെ അവധി അത് വേണമെന്ന് ഇവർ പറയുന്നു. ആർക്കും അവധി ആവശ്യപ്പെടുകയൊക്കെ ചെയ്യാം, അതിൽ പ്രശ്നമൊന്നുമില്ല. പക്ഷേ അത് പതിറ്റാണ്ടുകളുടെ പഴക്കമുള്ള ഒരു ആവശ്യമാണ് എന്ന് പറയുന്നത് ആ ആവശ്യത്തിൻ്റെ മഹത്വത്തിനെ വർദ്ധിപ്പിക്കുന്നൊന്നുമില്ല. അതിനുള്ള ഒരേ ഒരു അർത്ഥം, പതിറ്റാണ്ടുകളായിട്ട് ഈ ആവശ്യം ഉന്നയിച്ചിട്ടും അത് പോസിറ്റീവായിട്ട് പരിഗണിക്കപ്പെട്ടിട്ടില്ല എന്നാണ്.
എന്ന് വെച്ചാൽ അത് പരിഗണിക്കപ്പെടേണ്ടതായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഈ പതിറ്റാണ്ടുകളുടെ കാലയളവിനുള്ളിൽ അത് പരിഗണിക്കപ്പെടുമായിരുന്നു. എന്താണ് ഇങ്ങനെയുള്ള ഒരു ഡിമാൻഡ് മുന്നോട്ട് വെക്കുന്നതിൻ്റെ അടിസ്ഥാനം എന്നത് സമസ്ത വിശദീകരിക്കണം. ഇപ്പോൾ ഈദുൽ ഫിത്തർ സാധാരണ എത്ര ദിവസത്തെ ആഘോഷമാണ്? അത് നമുക്കറിയാമല്ലോ. ഈദ് പലപ്പോഴും ചന്ദ്രൻ്റെ ആ പിറവി അത് കാണുന്നതുമായി ബന്ധപ്പെട്ടിട്ടാണ്. അത് ചിലപ്പോൾ കലണ്ടർ ദിവസമായിരിക്കില്ല, മറ്റൊരു ദിവസമായിരിക്കും. അത് ഇവരുടെ പണ്ഡിതരും മറ്റാൾക്കാരുമാണ് പ്രഖ്യാപിക്കുന്നത്. അതിനനുസരിച്ചിട്ടാണ് ആ ആഘോഷം ഉണ്ടാവുക. ഞാൻ പറയുന്നത് അത് ഇത്രയും കാലമായിട്ട്, നേരത്തെ ഈ സൂചിപ്പിച്ചതുപോലെ പതിറ്റാണ്ടുകളായിട്ടോ നമ്മുടെ നാട്ടിൽ സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷമോ അല്ലെങ്കിൽ കേരള സംസ്ഥാനം രൂപീകരിച്ചതിന് ശേഷമോ അതിനൊരു സെറ്റ് പാറ്റേൺ ഉണ്ട്. അപ്പോൾ അതിനെ ഇടയ്ക്ക് ചില ദിവസങ്ങളിൽ കലണ്ടർ ഹോളിഡേയും എന്നാൽ ചന്ദ്രൻ്റെ ആ ഒരു ദർശനം കിട്ടുന്നത് മറ്റൊരു ദിവസമാണ് എങ്കിൽ 2 ദിവസത്തേക്കൊക്കെ അവധി വരുന്നത് ശരിയാണ്. പക്ഷേ എന്ന് കരുതി അത് 3 ദിവസമാകണം എന്ന് പറയുന്നതിൻ്റെ ലോജിക്ക് എന്താണ്? ഇപ്പോൾ ശ്രീ മുസ്തഫ മുണ്ടുപാറ ഇവിടെ പറഞ്ഞത് എന്താണ്? ദൂരദേശങ്ങളിലുള്ള ആൾക്കാർക്ക് പെരുന്നാളിന് വന്ന് തിരിച്ചു പോകാനുള്ള സമയം അത് അക്കോമഡേറ്റ് ചെയ്യുന്നുണ്ട് എന്നാണ്. അത് എന്ത് തരത്തിലുള്ള വാദമാണ്? അത് എന്ത് തരത്തിലുള്ള ന്യായമാണ്? അപ്പോൾ ക്രിസ്മസിന് സർക്കാർ ജീവനക്കാർക്ക് എത്ര ദിവസത്തെ അവധിയാണ് കിട്ടുക? 1 ദിവസത്തെയാണ്. അപ്പോൾ അവിടെയും ദൂരെയുള്ള ആൾക്കാർക്കൊക്കെ ഇവിടെ വന്ന് പോകേണ്ടതില്ലേ? അപ്പോൾ അങ്ങനെ ചെയ്യേണ്ടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. വിഷുവിന് എത്ര ദിവസമുണ്ട് കലണ്ടർ ഹോളിഡേ? ഒരൊറ്റ ദിവസം മാത്രമേ ഉള്ളൂ. വിഷു നമുക്കറിയാമല്ലോ, കുടുംബം ഒന്നിച്ച് ചേർന്ന് അവർ കണി കണ്ട് ഈ കൈനീട്ടമൊക്കെ കൊടുത്ത് അങ്ങനെയുള്ള ഒരു ആഘോഷമാണ്. അപ്പോൾ അതിനും അങ്ങനെയാണെങ്കിൽ 3 ദിവസം വേണം. ഞാൻ പറഞ്ഞത് അങ്ങനെയല്ലല്ലോ, ആ ഒരു ഒക്കേഷനാണ്. ബാക്കി നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലീവ് എടുക്കാം. അതിന് വേണ്ടിയിട്ടാണല്ലോ ഈ കാഷ്വൽ ലീവും മറ്റു കാര്യങ്ങളും ഒക്കെ ഉണ്ടാവുന്നത്. അപ്പോൾ ഇത് ഒരു റിക്വയർമെൻറ്റ് മുന്നോട്ട് വെക്കുന്നതിന് 3 ദിവസം ഒരു 3 എന്നുള്ള ഒരു നമ്പർ വരുന്നത് ഇതൊക്കെ ആർബിട്രറി ആയിട്ടുള്ള കാര്യമാണ്. അതിന് പ്രത്യേകിച്ച് എന്തെങ്കിലും തരത്തിൽ ഈ പറയുന്നത് പോലുള്ള ഒരു ലോജിക്ക് ഇല്ല. അങ്ങനെയാണെങ്കിൽ സ്വാതന്ത്ര്യ ദിനത്തിനും റിപ്പബ്ലിക് ദിനത്തിനും ഒക്കെ തന്നെ നമ്മളെല്ലാവരും ഒത്തുകൂടേണ്ടതാണ്, നമ്മൾ ആഘോഷിക്കേണ്ടതാണ്, നമ്മുടെ രാഷ്ട്രത്തിൻ്റെ കാര്യമാണ്. അങ്ങനെയാണെങ്കിൽ അതിനെല്ലാം 3 ദിവസം വേണ്ടേ? അപ്പോൾ അതൊന്നും ശരിയായിട്ടുള്ള കാര്യമല്ല. ഇപ്പോൾ മതാടിസ്ഥാനത്തിൽ ആൾക്കാർ ഇത് ആവശ്യപ്പെട്ടാലോ? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ക്രിസ്മസിന് ആൾക്കാർക്ക് ചോദിക്കാം. അതേപോലെ ശ്രീകൃഷ്ണ ജയന്തിക്ക് ആൾക്കാർക്ക് വേണമെങ്കിൽ ചോദിക്കാം. ശോഭായാത്രയുണ്ട്, അതിൻ്റെ പ്രിപ്പറേഷൻ ഉണ്ട്, അപ്പോൾ അതിന് വേണ്ടിയിട്ട് കൂടുതൽ സമയം വേണം എന്നൊക്കെ പറയുന്നത് ശരിയാണോ? അപ്പം ഞാൻ പറയുന്നത് ഒരു ഭാഗത്ത് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു സ്റ്റെപ്പാണ് സമസ്ത എടുത്തിരിക്കുന്നത്. അതായത് ജമാഅത്തെ ഇസ്ലാമി എന്നത് ഒരു വർഗീയ സംഘടനയാണ് എന്നതുമായി ബന്ധപ്പെട്ട്, മതരാഷ്ട്ര സ്ഥാപനത്തിന് വേണ്ടി ശ്രമിക്കുന്ന ഒരു സംഘടനയാണ് എന്നതുമായി ബന്ധപ്പെട്ട് അവർക്കൊരു തർക്കവുമില്ല, അവർക്ക് ആ കാര്യത്തിൽ ഒരു ആശങ്കയുമില്ല. പക്ഷേ അതേസമയം ഇവർ നിർദ്ദേശിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഈ പറയുന്നത് പോലെ അവരുടേതായിട്ടുള്ള മതാചാര പ്രകാരമുള്ള കാര്യങ്ങൾക്ക് 3 ദിവസത്തേക്ക് അവധി വയ്ക്കുക. വെള്ളിയാഴ്ച ദിവസം വിദ്യാഭ്യാസത്തിനും പരീക്ഷയ്ക്കും സമയം ജുമാ നിസ്കാരത്തിന് തടസ്സമാകാതെ ക്രമീകരിക്കുക. വിദ്യാഭ്യാസ സ്ഥാപനത്തിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രാധാന്യമുള്ളത് അവിടുത്തെ വിദ്യാഭ്യാസം നടത്തുക, പരീക്ഷകൾ നടത്തുക എന്നുള്ളതാണ്. അതിനെ ഒരു പ്രത്യേക മതത്തിൻ്റെ ആചാരവുമായി ബന്ധപ്പെട്ട് നടത്തുക എന്ന രീതിയിലേക്ക് ക്രമീകരിക്കുക എന്നൊക്കെ പറയുന്നത് ഒരു സെക്കുലറായിട്ടുള്ള ഒരു സൊസൈറ്റിയിൽ നല്ലതല്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അത് മതത്തിന് പ്രാധാന്യം നൽകുന്ന ഒരു തിയോക്രാറ്റിക് സ്റ്റേറ്റിൽ വരേണ്ടുന്ന കാര്യങ്ങളാണ്. അപ്പോൾ നിങ്ങൾ ജമാഅത്തെ ഇസ്ലാമിയെ എതിർത്തുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ നടത്താനായിട്ട് പറയുന്നത് എന്തിനാണ്? ഇതും ഒരു റാൻഡമായിട്ടുള്ള പുതിയ റിക്വസ്റ്റ് അല്ല. നമുക്കറിയാം പൊതുവിദ്യാലയത്തിൻ്റെ സമയക്രമം മാറ്റുക എന്ന് പറഞ്ഞിട്ടൊരു കാര്യമുണ്ട്. കാരണം മദ്രസയുടെ സമയത്തിലേക്ക് ഓവർലാപ്പ് ചെയ്യാതിരിക്കുന്നതിന് വേണ്ടി രാവിലെ വരുന്ന ഓവർലാപ്പ് ചെയ്യുന്ന 15 മിനിറ്റിനെ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് കോടതി നിർദ്ദേശിച്ചിരിക്കുന്ന ഖാദർ കമ്മിറ്റിയുടെ നിർദ്ദേശത്തിനെ എതിർത്തുകൊണ്ട് സമസ്ത അഭിപ്രായം പറയുന്നുണ്ട്. പിന്നീട് അത് തൽക്കാലത്തേക്ക് ഒന്നും ചെയ്യുന്നില്ല, അടുത്ത വർഷം പരിഗണിക്കാം എന്ന രീതിയിലേക്ക് പറഞ്ഞതുകൊണ്ട് അത് തൽക്കാലം ഐസിൽ വെച്ചിരിക്കുന്നു. അങ്ങനെ എത്രയോ കാര്യങ്ങളുണ്ട്. അതെ, അത് 1 വർഷത്തേക്ക് ഐസിൽ വെച്ചതാണ്. അപ്പൊ എന്ന് പറയുമ്പോൾ അടുത്ത അധ്യയന വർഷം ആകാൻ പോകുന്നു. ആ സമയത്തേക്ക് അത് വീണ്ടും ശ്രീ എൻ ശ്രീകുമാർ, ഇതൊക്കെ ഇവിടെ ആവശ്യപ്പെടുന്നത് ഇത് കേൾക്കുവാനായിട്ട് ഇവിടെ മുന്നണികൾ ഉള്ളതിനാലാണ്. ഇപ്പോൾ പൊതുവേ ഒരു ധാരണയുണ്ട് UDF ന്യൂനപക്ഷ പ്രീണനത്തിലേക്ക് പോകുന്നുവെന്ന്. അതായത് മുസ്ലിം സമുദായത്തിന്റെ വോട്ട് ഒരു എന്താണ് പറയുക, ഒരു കൺസോൾട്ടേഷൻ ഉണ്ടാവും, അത് UDF അനുകൂലമാകുമെന്ന്. അപ്പോൾ എന്ത് ആവശ്യപ്പെട്ടാലും അത് UDF നടത്തിത്തരുമെന്നുള്ള തോന്നൽ, അവിടെ ജമാഅത്തെ ഇസ്ലാമിയെ കൂടെ കൂട്ടുപോകാൻ പോലും മടി കാട്ടാത്ത UDF. ആ സമയത്ത് സമസ്തയല്ല ഏത് മതസംഘടനയും ഇത്തരം ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടേയിരിക്കും. നോക്കൂ മഞ്ജുഷേ, ആദ്യമേ തന്നെ ഞാൻ പറയട്ടെ, ഇവിടെ ശ്രീ ഗോപകുമാർ ഒരു കാര്യം പറഞ്ഞല്ലോ, അതായത് നമ്മൾ ഈ മത വിഷയങ്ങളിലേക്ക് മാത്രം മുന്നണി സംവിധാനങ്ങൾ ഒതുങ്ങുകയാണെന്ന്. ഇത്തവണ UDFന്റെ ജാഥയ തുടങ്ങുമ്പോൾ ശ്രീ VD സതീശൻ പറഞ്ഞൊരു കാര്യമുണ്ട്. ഇതൊരു പരമ്പരാഗത രാഷ്ട്രീയ ജാഥയാണെങ്കിൽ പോലും ഇതിന് ചില ലക്ഷ്യങ്ങളുണ്ട്. അത് കോമൺ പ്ലാറ്റ്ഫോമാണ്. ആ കോമൺ പ്ലാറ്റ്ഫോമിൽ ഒരുപാട് വിഷയങ്ങൾ ചർച്ച ചെയ്യും. അത് കേരളത്തിന്റെ ഭാവിയെക്കുറിച്ചാണ്. ഇന്നോ നാളെയോ കേരളത്തിലെ നേതാക്കളൊക്കെ മാറിപ്പോവും, പക്ഷെ ഒരു ഭാവി കേരളം, അത് 1957 EMS പറഞ്ഞ ഭാവി കേരളമല്ല, UDF വിഭാവനം ചെയ്ത ഒരു ഭാവി കേരളം ചർച്ച ചെയ്യപ്പെടുന്നുണ്ടെന്നുണ്ട്. അവിടെ വരുമ്പോൾ ഇങ്ങനത്തെ ഒരുപാട് ഘടകങ്ങൾ നമുക്ക് ചർച്ച ചെയ്യേണ്ടി വരും. ഇപ്പൊ സമസ്തയുടെ വിഷയം പറയുമ്പോൾ ഈ സമസ്തയുടെ ഇപ്പൊ കാസർഗോഡ് വന്ന സമ്മേളനത്തിലെ ഒരു തീരുമാനം എടുത്തിട്ടാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്.
ഇവിടെ ശ്രീ മുസ്തഫ മുണ്ടുപാറ പറഞ്ഞ 10-20 പ്രമേയങ്ങൾ ഇവിടെ പാസ്സാക്കി എന്നുള്ളതാണ്. പക്ഷെ അവരുടെ ഒരു ആഗ്രഹമാണ് 3 ദിവസാവധി എന്നുള്ളത്. അത് അവര് കാലങ്ങളായിട്ട് പറയുകയും ചെയ്യുന്നു. അതോടെ നിൽക്കട്ടെ. പക്ഷെ എന്താന്ന് വെച്ചാൽ ഈ സമസ്തയെ ന്യൂനപക്ഷ പ്രീണനം നടത്തുകയല്ല ഇവിടെ UDF ചെയ്യുന്നത്. കാരണം സമസ്തയിലുള്ളവർ, എന്റെ അറിവ് ശരിയാണെങ്കിൽ, ഈ കാസർഗോഡ് നടന്ന AP വിഭാഗത്തിന്റെ TK വിഭാഗത്തിന്റെ സമസ്തയുടെ 90% പ്രവർത്തകരും മുസ്ലിം ലീഗുകാരാണ്, മുസ്ലിം ലീഗിൽപ്പെട്ടവരാണ്. അപ്പൊ ആ മുസ്ലിം ലീഗിൽപ്പെട്ട ആളുകളുടെ ഒരു ആഗ്രഹം എന്ന് പറയുമ്പോൾ അത് ലീഗിന്റെ അഭിപ്രായമായിട്ട് നിങ്ങൾക്ക് വ്യാഖ്യാനിക്കാമല്ലോ വേണമെങ്കിൽ. അപ്പൊ അങ്ങനെയല്ലത്. മുസ്ലിം ലീഗിന്റെ പ്രവർത്തകരാണ് ഈ കൂടുതലും ഈ EK വിഭാഗത്തിലുള്ളത്. 89-ലോ 90-ലോ സമസ്ത 2 വിഭാഗമായിട്ട് മാറിയത്. അതിനുശേഷമുള്ള ഈ വിഭാഗത്തില് കൂടുതലും ജിഫ്രി മുത്തുക്കോയ തങ്ങളുടെ ഇപ്പോഴത്തെ ഈ വിഭാഗത്തിൽ കൂടുതലും മുസ്ലിം ലീഗ് പ്രവർത്തകരാണ്. അപ്പൊ അതുകൊണ്ട് സമസ്ത എന്ന് പറയുന്നത് വേറൊരു മുസ്ലിം പ്രസ്ഥാനമായിട്ട് കാണേണ്ട ഒരു കാര്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ എനിക്കൊരു തിരുത്തൽ വേണമെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. സമസ്തയിൽ തന്നെ ലീഗ് അനുകൂലികളും ലീഗ് വിരുദ്ധരുമുണ്ട് എന്നുള്ള കാര്യം താങ്കൾക്ക് അറിയാമല്ലോ. അപ്പോൾ ഈ 90% കണക്ക് ശരിയാകുമോ എന്ന് സംശയമുണ്ട്. അതുമാത്രമല്ല, ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ ഒരു പ്രമേയം പാസ്സാകണമെങ്കിൽ അവിടെ ലീഗ് വിരുദ്ധരുടെ എണ്ണം കൂടിയിരിക്കേണ്ടേ? അല്ലെങ്കിൽ ലീഗ് വിരുദ്ധർക്ക് സമസ്തയിൽ ആധിപത്യം കിട്ടുന്നുവെന്ന് കരുതേണ്ടേ? കാരണം ലീഗ് ജമാഅത്തെ ഇസ്ലാമിയോട് അടുക്കുന്നു എന്നതിലാണ് ഈ സമസ്തയിലെ ലീഗ് വിരുദ്ധർക്കുള്ള എതിർപ്പ് പ്രധാനമായും വന്നിട്ടുള്ളത്. നമുക്കറിയാമല്ലോ സമസ്തയിലെ 2 വിഭാഗങ്ങൾ ഉള്ളതിനെക്കുറിച്ച്. സമസ്തയിലെ EK സമസ്തയിലെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അതവിടെ നിഴലിച്ച് നിന്നു എന്നതിനല്ലേ ലീഗ് വിരുദ്ധതയുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള പ്രമേയം ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ വന്നത് എന്ന്? ജമാഅത്തെ ഇസ്ലാമി കുറെ കാലമായിട്ട് ലീഗിനോടുള്ള അവരുടെ സമീപനത്തിലാണ് മാറ്റം വരുത്തിയത്. ഞാൻ കഴിഞ്ഞ തവണ പറഞ്ഞതാണ്. അതായത് ജമാഅത്തെ ഇസ്ലാമിയുടെ കേരളത്തിലെ അമീറിന്റെ ഒരു പ്രസ്താവന 1 മാസം മുമ്പ് ഒരു ചോദ്യത്തിന് ഉത്തരമാണ്. അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾ മതരാഷ്ട്രവാദ ഉന്നയിച്ചിട്ടില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതാണ് ഞാൻ വിശ്വാസത്തിലെടുക്കുന്നത്. അവിടെ ജമാഅത്തെ ഇസ്ലാമി നമ്മുടെ ലീഗിനോട് അടുക്കാനുള്ള താല്പര്യം കുറെ കാലമായിട്ട് കാണിക്കുന്നുണ്ട്. ലീഗ് ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ച് 2 അഭിപ്രായക്കാരുണ്ട്. അതൊക്കെ ശരിയാ. ഞാൻ പറയുന്നത് സമസ്ത EK വിഭാഗത്തിലെ കാര്യമാണ്. AP വിഭാഗത്തിൽ കൂടുതൽ CPM വിഭാഗത്തിൽ. അതെ, ഞാൻ പറയുന്നത് അത് തന്നെയാണ്. മഞ്ജുഷ, ഞാൻ പറഞ്ഞത് ശരിയാണ്. EK വിഭാഗത്തിലെ 90% പ്രവർത്തകരും മുസ്ലിം ലീഗ് പ്രവർത്തകരാണ്, അനുഭാവികളാണ്. അതുപോലെ തന്നെ AP വിഭാഗത്തിലെ ഏതാണ്ട് 10, 40, 50% പേര് CPM ഇടതുപക്ഷ അനുഭാവികളാണ്. ആ തർക്കമില്ലാത്ത വിഷയം. അങ്ങനെയാണെങ്കിൽ സമസ്ത ലീഗിനെ തിരുത്തുകയായിരുന്നു ഇവിടെ. സമസ്ത ലീഗിനെയും UDF-നെയും തിരുത്തുകയായിരുന്നു ഈ പ്രമേയത്തിലൂടെ. ജമാഅത്തെ ഇസ്ലാമി ബന്ധം വേണ്ട, അവർ മതരാഷ്ട്രവാദികളാണെന്ന്. പക്ഷേ ജമാഅത്തെ ഇസ്ലാമിയുടെ അമീർ പറഞ്ഞ കാര്യമാണ് VD സതീശനും UDF-ഉം മുഖവിലേക്ക് എടുത്തിരിക്കുന്നത്. അങ്ങനെയല്ല എന്ന് സമസ്ത മുന്നറിയിപ്പ് നൽകുകയാണ്. അതോടൊപ്പമാണ് ഈ വിലപേശൽ തന്ത്രങ്ങളും അവർ പ്രയോഗിക്കുന്നത്. അതാണല്ലോ യഥാർത്ഥ ചർച്ചാ വിഷയമാകേണ്ടത്. അതാണ് ശ്രീജിത്ത് പറഞ്ഞത്. ഒരേ സമയം മതരാഷ്ട്രവാദത്തെ എതിർക്കുകയും അതേസമയം മതത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ഇത്തരത്തിലുള്ള സമ്മർദ്ദ തന്ത്രങ്ങൾ പ്രയോഗിക്കുകയും ചെയ്യുന്നു സമസ്ത എന്ന്. നോക്കൂ, നിങ്ങളുടേതായ അഭിപ്രായം പ്രകടിപ്പിക്കാൻ ആണെന്നുണ്ടെങ്കിൽ ഇത് പറഞ്ഞോളൂ. ഞാൻ പറയുന്നത് സമസ്തയുടെ കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ടുള്ള അവരുടെ തീരുമാനം എടുത്ത് നോക്കുമ്പോൾ ഈ സമസ്തയിൽ തന്നെ ഒരു വിഭാഗത്തെ മാത്രം വിളിച്ച് മുഖ്യമന്ത്രി ചർച്ച നടത്തിയ ഒരു ഘട്ടം ഉണ്ടായിരുന്നു. ശ്രീ മുസ്തഫയ്ക്ക് അറിയാൻ ഒരു വെച്ചത്. അപ്പൊ അങ്ങനത്തെ ഒരു ഘട്ടം പോലും നമുക്കിടയിൽ ഉണ്ടായിരുന്നു. ഒരു വിഭാഗത്തെ മാത്രമല്ല, വഖഫ് ബോർഡിലെ നിയമനങ്ങൾ PSCക്ക് വിടണമെന്ന് മുസ്ലിം ലീഗാണ് നിയമസഭയിൽ ആവശ്യപ്പെട്ടത്. KPA മജീദാണ് കൊണ്ട് ആ പ്രമേയം അവതരിപ്പിച്ചത്. അത് ആ വിഷയത്തിൽ തീരുമാനം LDF എടുത്തു. അതായത് PSCക്ക് വിടണ്ടാന്ന് തീരുമാനിച്ചു. എന്നിട്ട് മുഖ്യമന്ത്രി എന്താ പറഞ്ഞതറിയാമോ? സമസ്ത പറഞ്ഞതുകൊണ്ട് വിടാണ്ടിരിക്കുന്നതാണ്. പറഞ്ഞത് ലീഗാ. അപ്പൊ ആ CPM രാഷ്ട്രീയം നിങ്ങളോട് ആലോചിക്കണം. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, സമസ്തയിലത്തെ ഭൂരിഭാഗം പേരും ഒരു മുസ്ലിം ലീഗ് അനുഭാവികളാണ്, UDF അനുഭാവികളാണ്. അപ്പൊ അതുകൊണ്ട് അവിടെ സമ്മർദ്ദത്തിന്റെ പ്രശ്നം ഉദിക്കുന്നില്ല എന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ UDF അധികാര സാങ്കേതിക പ്രശ്നമുണ്ട്. ഞാൻ വരാം. എൻ ശ്രീകുമാറിലേക്ക് വരാം. ഡോക്ടർ G. ഗോപകുമാർ, എൻ ശ്രീകുമാർ പറഞ്ഞ രാഷ്ട്രീയം, അത് താങ്കൾ അതിനോട് യോജിക്കുന്നുണ്ടോ? ഒരു വളരെ വ്യക്തമായുള്ളൊരു കാര്യം, ഈ ഇടതുമുന്നണിയായാലും ഐക്യജനാധിപത്യ മുന്നണിയാണെങ്കിലും 2 കൂട്ടർക്കും സൗകര്യപ്പെടുമെങ്കിൽ ന്യൂനപക്ഷ വോട്ടുകളിൽ നല്ല താല്പര്യമുണ്ട്. അക്കാര്യം അവർ ഒളിച്ചു വയ്ക്കുന്നില്ല. പക്ഷേ ലീഗ് തീർച്ചയായിട്ടും മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ ഏറ്റവും പ്രോമിനൻ്റായിട്ട് ഏറ്റവും കൂടുതൽ വോട്ട് സംഘടിപ്പിക്കുന്ന, അത് മാത്രമല്ല നീണ്ടകാലമായി പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയായി, ഒരു മിഡിൽ ലെവലിൽ ശക്തിയുള്ളൊരു പാർട്ടിയായി വളർന്നു വന്നത് നമ്മൾ കണ്ടതുമാണ്, സ്വാതന്ത്ര്യാനന്തരവും പിന്നീട് കേരളമുണ്ടായതിനു ശേഷവും. പക്ഷേ എന്നാൽ ഇതിനകത്ത് വിള്ളലുകൾ ഉണ്ടാക്കാൻ
ഇടതുമുന്നണിക്ക് കഴിയുന്നുണ്ടെന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. പഴയ കാലത്ത് ഓൾ ഇന്ത്യ മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞൊരു പാർട്ടി ഉണ്ടായി, പിന്നീട് INL ഉണ്ടായി. ഞാനിതിനകത്ത് ഈ നേരത്തെ പറഞ്ഞ വൈരുദ്ധ്യങ്ങൾ പറഞ്ഞല്ലോ. ഇപ്പോൾ സമസ്തയ്ക്കകത്ത് ഭൂരിപക്ഷം ലീഗാണ്. ആ കണക്ക് നമുക്ക് എങ്ങനെ എടുക്കാൻ പറ്റും, അത് ശാസ്ത്രീയമായിട്ട് എങ്ങനെ സമർത്ഥിക്കാൻ പറ്റുമെന്ന് എനിക്കറിഞ്ഞുകൂടാ. അതേസമയം ഈ ലീഗിനകത്തുള്ള ലീഗ് വിരുദ്ധരായ ആൾക്കാരെ, ലീഗിനകത്തല്ല സമസ്തയ്ക്കകത്തുള്ള ലീഗ് വിരുദ്ധരായ ആൾക്കാരെ അട്രാക്ട് ചെയ്യാൻ ഇടതുമുന്നണി വേണ്ട രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട്. ഇത് മാത്രമല്ല, ഈ ഇന്നലത്തെ സമസ്തയുടെ യോഗത്തിൽ രണ്ട് കൂട്ടരും ഉണ്ടായിരുന്നല്ലോ. മുഖ്യമന്ത്രിയും ഉണ്ടായിരുന്നു, കോൺഗ്രസിന് UDFൻ്റെ പ്രതിനിധികളും ഉണ്ടായിരുന്നു, വി ഡി സതീശനുണ്ടായിരുന്നു. അപ്പോൾ അത് വളരെ വ്യക്തമാണ്, സന്ദേശം വളരെ വളരെ വ്യക്തമാണ്. മാത്രമല്ല ആ ചടങ്ങിൽ വെച്ച് മതരാഷ്ട്രവാദത്തിനെതിരെയുള്ള മുന്നറിയിപ്പ് മുഖ്യമന്ത്രി നൽകുകയും ചെയ്തു. അതെ, അപ്പോൾ ഇത് നമ്മളെ വാസ്തവത്തിൽ വല്ലാതെ കുഴക്കുകയാണ്. കാരണം ഇതിൽ ആരാണ് വർഗീയവാദി, ആരാണ് മതേതരവാദി? ഇതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഇതൊരു കോമ്പറ്റീറ്റീവ് കമ്മ്യൂണൽ മൈൻഡ് സെറ്റിലേക്ക് പോവുകയാണ്. അത് നേരത്തെ തന്നെ മന്ത്രിസഭ വരുമ്പോഴും ഭരണത്തിൽ സ്ഥാനങ്ങൾ കിട്ടുമ്പോഴും പദവികൾ കൊടുക്കുമ്പോഴും എല്ലാം ഇത് വീതിച്ചു കൊടുക്കുന്ന ഒരു രാഷ്ട്രീയം കേരളത്തിൽ നന്നായിട്ടുണ്ട്. ഇത് നന്നായിട്ടുള്ളപ്പോഴും കേരളം മതേതരമാണെന്ന് നമ്മൾ വാദിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് നേരത്തെ ചൂണ്ടിക്കാണിച്ചത്, കാലക്രമേണ കേരളത്തിലെ പൊതുമണ്ഡലം ദുർബലമായി വരികയാണെന്നും ആ സ്ഥാനത്തേക്ക് ഇത്തരം രാഷ്ട്രീയം കടന്നു കയറുകയാണ്. അവിടെ ചുരുക്കത്തിൽ രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ സംസ്ഥാനത്തിൻ്റെ വളർച്ചയുമായി ബന്ധപ്പെട്ട നല്ല കാര്യങ്ങളെക്കുറിച്ചുള്ള ചർച്ചയിൽ നിന്ന് ശ്രദ്ധ മാറുന്നു. അപ്പോൾ സതീശൻ നടത്തുന്ന ജാഥയിൽ കേരളത്തിൻ്റെ ഭാവിയെക്കുറിച്ചുള്ള ചർച്ച വരണമെങ്കിൽ അത്തരം വിഷയങ്ങൾ വരട്ടെ മുന്നോട്ട്. അങ്ങനെ അത്തരം വിഷയങ്ങൾ വരാതിരിക്കുകയും വർഗീയതയ്ക്ക് പ്രാധാന്യം കിട്ടുകയും ചെയ്യുന്ന സമയത്ത് ആരാണ് അതിൻ്റെ ഗുണഭോക്താവ്? തീർച്ചയായിട്ടും സംശയമൊന്നുമില്ല, വർഗീയ കക്ഷികൾ തന്നെയാണ്. അതിനെ മൃദുലമെന്ന് വേണമെങ്കിൽ വിളിച്ചോളൂ. പക്ഷേ അത് തീർച്ചയായിട്ടും കേരളത്തിലെ പൊതുമണ്ഡലത്തിൽ വിള്ളലുകളുണ്ടാക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് നല്ല നയങ്ങളുണ്ടാക്കി, ഇപ്പോൾ വിദ്യാഭ്യാസത്തിൽ അടുത്ത 5 വർഷം എന്ത് നയം വേണം, ആരോഗ്യരംഗത്ത് എന്ത് നയം വേണം, പ്രവാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് എന്ത് നയം വേണം, വികസനവുമായി ബന്ധപ്പെട്ട അടിസ്ഥാന വികസനവുമായി എന്തൊക്കെ കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ കിടക്കും. എന്തുകൊണ്ട് മാധ്യമങ്ങളെ ഇത്തരം ചർച്ചകളിലേക്ക് കൊണ്ടുവരുന്നില്ല? അതോ LDF UDF തമ്മിൽ അക്കാര്യത്തിൽ ഒരു ഏകോപനമുണ്ടോ, സമവായമുണ്ടോ? അതുകൊണ്ടാണോ അതൊന്നും ചർച്ച ചെയ്യാതെ നേരെ വർഗീയതയിലേക്ക് പോകുന്നത്? അല്ല, അവർ ആ രീതിയിലാണ് പോകുന്നത്. കാരണം മത്സരിച്ച്, താങ്കൾ പറഞ്ഞ പോലെ മത്സരിച്ച് വർഗീയത പറയുകയാണ്. അതുകൊണ്ടാണ് നമ്മളും സംശയിച്ചു പോകുന്നത് ഈ സമസ്തയുടെ ഇപ്പോഴത്തെ ഈ പ്രമേയം പാസ്സാക്കലിലും ജമാഅത്തെ ഇസ്ലാമിക്കെതിരെയുള്ള പ്രമേയം പാസ്സാക്കലിലും CPMൻ്റെ ഇടപെടലുണ്ടോ എന്ന്. കാരണം CPM പറഞ്ഞാൽ അത് മുസ്ലിം സമുദായത്തിന് മുഴുവനായിട്ട്, ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ പറഞ്ഞാൽ അത് മുസ്ലിം സമുദായത്തിനെതിരെ ആകെ പറയുകയാണ് എന്ന് UDF പറയും. പക്ഷേ സമസ്ത പറയുമ്പോൾ അങ്ങനെയല്ല, അല്ലേ? എന്ത് പറഞ്ഞാലും ഇത് മുന്നണി രാഷ്ട്രീയത്തിനെ കൂടുതൽ വിഷലിപ്തമാക്കുകയാണ്. കാരണം ഈ തരത്തിൽ ശക്തിയുള്ളൊരു ഗ്രൂപ്പിനെ ദുർബലപ്പെടുത്താൻ മറുവശത്ത് നിന്ന് അട്രാക്ട് ചെയ്യുന്ന കാര്യങ്ങൾ ഓഫറിങ്സ് കൊടുക്കും. അത് കണ്ടുകൊണ്ട് മറുവശത്ത് വ്യത്യാസം ഉണ്ടായി. ഇത് രണ്ട് കൂട്ടരും കൂടുതൽ ഇതിനു വേണ്ടി താല്പര്യപ്പെടുന്നു. അപ്പോൾ ഇന്നലെ കോൺഗ്രസിന് കർണാടകയിലെ ഉപമുഖ്യമന്ത്രി ഉണ്ടായിരുന്നു സമസ്തയുടെ മീറ്റിങ്ങിന്. അന്ന് കോൺഗ്രസ്സിൽ നല്ല പ്രാതിനിധ്യം വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലെല്ലാം വളരെ വളരെ വ്യക്തമാണ്, നമുക്ക് ചർച്ച ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഇഷ്യൂസിൽ നിന്ന് മാറിയുള്ള ഡിബേറ്റ് തെരഞ്ഞെടുപ്പ് പടിവാതിൽക്ക് വന്ന് നിൽക്കുകയാണ്. കഷ്ടിച്ചൊരു 3 ആഴ്ചയ്ക്കകം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം ഉണ്ടാകുന്നൊരു പശ്ചാത്തലത്തിലാണ് ഇത്തരമൊരു ടേണിംഗ് പോയിന്റ് മാറി നിൽക്കുന്ന ഒരു രാഷ്ട്രീയം വ്യത്യസ്തമായി. മുസ്തഫ മുണ്ടുബാഗ ആദ്യം ശ്രീത് പണിക്കർ പറഞ്ഞ വിമർശനം, അതായത് ഈ 3 ദിവസം പെരുന്നാൾ അവധി, 3 ദിവസം പെരുന്നാൾ അവധി, അതിൽ എന്ത് ലോജിക്കാണ്? താങ്കൾ പറയുന്ന ലോജിക്ക് അങ്ങോട്ട് മനസ്സിലാവുന്നില്ല. അതുകൊണ്ടാണ് അദ്ദേഹം ആ വിമർശനം ഉന്നയിച്ചത്. പണിക്കർ പറഞ്ഞതിൽ തന്നെ അതിന് മറുപടിയുണ്ട്. അദ്ദേഹം ഇപ്പോൾ ചർച്ചയിൽ പങ്കെടുത്ത് പറഞ്ഞതിൽ അദ്ദേഹം നിങ്ങൾ ഉന്നയിക്കുന്ന ചോദ്യത്തിന് അതിൽ അദ്ദേഹം മറുപടി പറയുന്നുണ്ട്. അതായത് ഈദുൽ ഫിത്തർ എന്ന് പറയുന്ന, അതായത് ചെറിയ പെരുന്നാൾ എന്ന് പറയും, അതായത് റമദാൻ നോമ്പ് കഴിഞ്ഞിട്ട് നടക്കുന്ന പെരുന്നാൾ, അത് എന്ന് പറഞ്ഞ മാസപ്പിറവിയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. അപ്പോൾ മാസം കണ്ട് അതിന് ശേഷമാണ് ആ പെരുന്നാൾ ഉറപ്പിക്കുക. അപ്പോൾ നമുക്കറിയാമല്ലോ, ഒരു 6 മണി 7 മണി 8 മണി സമയത്തൊക്കെയാണ് ഈ പെരുന്നാൾ ഉറപ്പിക്കാറുള്ളത്. സ്വാഭാവികമായും പിറ്റേ ദിവസം പെരുന്നാൾ ആവുകയാണെങ്കിൽ പുറത്ത്, അതായത് അന്യദേശങ്ങളിൽ ജോലി ചെയ്യുന്ന ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം, അതുപോലെ തന്നെ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അന്ന് പെരുന്നാളിന് എത്താൻ കഴിയില്ല. അത് വലിയൊരു പ്രശ്നമാണ്. അത് അദ്ദേഹം അംഗീകരിക്കുന്നുണ്ട്. പണിക്കർ പറഞ്ഞവിടുത്തെ അതിന് മറുപടിയുണ്ട്, അതായത് ഈദുൽ ഫിത്തറിന് പ്രത്യേകിച്ച്. പിന്നെ 3 ദിവസത്തെ അവധി എന്ന് പറയുന്നത് പെരുന്നാളുകൾക്കൊന്ന് വന്ന് പോകാനുള്ളത്. രണ്ട് തവണയാണ് ഈ അവധികളുള്ളത്.
അപ്പോൾ ഇതൊക്കെ ഞങ്ങളുടെ ആവശ്യങ്ങളാണ്. അതായത് മുസ്ലിം സമുദായം എന്തെങ്കിലും ഒന്ന് ചോദിച്ചാൽ അത് വലിയ പർവ്വതീകരിച്ചുകൊണ്ട് കാര്യങ്ങൾ കൊണ്ടുപോകുന്ന ഒരു ശൈലി, പണിക്കർ പലപ്പോഴും പറയാറുള്ള ആ ഒരു ശൈലി അദ്ദേഹം പറഞ്ഞു എന്നുള്ളൂ. ആ ചോദിച്ചതിന് അദ്ദേഹത്തിൻ്റെ ചോദ്യത്തിൽ തന്നെ ഉത്തരമുണ്ട്. ഞങ്ങൾക്ക് പ്രത്യേകിച്ച് ഈദുൽ ഫിത്തറിന് പെരുന്നാൾ കൂടാൻ കഴിയാത്ത ഒരു അവസ്ഥാവിശേഷം പലപ്പോഴും ഉണ്ടാവാറുണ്ട്. അപ്പോൾ പ്രായോഗികമായ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ നേരത്തെ ഒരു അഭിപ്രായം പറഞ്ഞു, പണിക്കർ പറഞ്ഞു 2 ദിവസമെങ്കിലും. അത് തികച്ചും ന്യായമായ ഒരു ആവശ്യം തന്നെ. 3 ദിവസം ഇട്ടിട്ടുണ്ടെങ്കിൽ തന്നെയും ഒരു 2 ദിവസം കിട്ടിയാലും ഈ പ്രശ്നത്തിന് പരിഹാരം കാണാൻ കഴിയും. ഒന്ന് പറ്റാത്ത ഒരു സാഹചര്യം ഈ മുമ്പ് അവധി നൽകിയിട്ടുണ്ട്. അവസാന പെരുന്നാളിനാണെന്ന് തോന്നുന്നു അത് ഒന്നാക്കിയത് അല്ലേ? അതെ, അല്ല, പല സമയങ്ങളിലും അങ്ങനെ അവധി നൽകിയിട്ടുണ്ട്. ഈ ആവശ്യം ഇതൊരു ഫൈനലായ ഒരു അന്തിമമായ ഒരു തീർപ്പിലെത്തിയാൽ മതി. 2 ദിവസം സ്കൂൾ സമയമാറ്റത്തിൽ ഹൈക്കോടതി ഉത്തരവിട്ട സ്കൂൾ സമയമാറ്റത്തിൽ പോലും നിങ്ങൾ നിങ്ങളുടെ വാശിയിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു. സ്കൂൾ സമയമാറ്റത്തിൽ പോലും നിങ്ങൾ നിങ്ങളുടെ വാശിയിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു. അതിപ്പോഴും വന്നിട്ടുണ്ട് പ്രമേയ രൂപേണ. ഞങ്ങളുടെ സ്കൂളിൻ്റെ സമയം മാറ്റുന്നതിൽ ഞങ്ങൾക്ക് അഭിപ്രായക്കേടുണ്ട്. ഞങ്ങൾക്ക് യോജിപ്പില്ല. അത് ഞങ്ങൾ പറഞ്ഞു. ഇത് ജനാധിപത്യ രാജ്യമല്ല മഞ്ജുഷേ. മുസ്ലിം സമുദായം ഒന്ന് ചോദിക്കുമ്പോഴേക്കും അതിനെ വർഗീയമായി കാണുന്ന ഈ ഒരു പുതിയ ശൈലി, അത് മുസ്ലിം സമുദായം ചോദിച്ചാൽ മാത്രം. മലപ്പുറത്തിൻ്റെ ജില്ലയെക്കുറിച്ചുകൊണ്ട് പറയുമ്പോൾ അതോടൊപ്പം പറഞ്ഞ മറ്റു കാര്യങ്ങൾ ഇവിടെ കേൾക്കുന്നില്ല. പെട്ടെന്ന് വർഗീയമായി കാണുന്നത് നമ്മുടെ നാട് എവിടുക്കാ പോകുന്നത്, എന്തുമാത്രം അപകടകരമായ തലത്തിലേക്കാണ് കൊണ്ടുപോകുന്നത്. മുസ്ലിം സമുദായം എന്തെങ്കിലും ഒന്ന് ചോദിക്കുമ്പോൾ വലിയ ബഹളാകുന്നത്. വിഷയം പഠിക്കുന്നുമില്ല. ഈ ആരോപിക്കപ്പെടുന്ന ആളുകൾ വിഷയം പഠിക്കുന്നില്ല. ഇപ്പം ഇന്നലെ ഇതിൽ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് ഇപ്പോൾ ഗോപകുമാർ സാർ ആരെ സൂചിപ്പിച്ചത്, അതായത് സംസ്ഥയുടെ സമ്മേളനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൽ വന്ന ആളുകൾ മുഴുവൻ ലീഗുകാരാണ്. ആരാ ഈ പറഞ്ഞത്? എന്ത് കണക്കിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ഉണ്ട്. ശിവസാറ പറഞ്ഞത് അദ്ദേഹത്തിന് അറിയാത്തത് കൊണ്ടാണ്. മഞ്ജുഷ തിരുത്താൻ ശ്രമിച്ചു, ഞാൻ കേട്ടു. അത് മഞ്ജുഷ തിരുത്താൻ വെച്ചു. ലീഗ് അനുഭാവികൾ 100% ലീഗ് അനുഭാവികളല്ല, 90%അല്ല. എല്ലാ രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ട ആളുകളും സമസ്തയിലുണ്ട്. എല്ലാ വിഭാഗത്തിൽപ്പെട്ട കുറച്ച് കൂടുതൽ ഈ പ്രമേയം ജമാഅത്തെ ഇസ്ലാമിക്കെതിരെയുള്ള പ്രമേയം പാസ്സാക്കിയത് അല്ലല്ല. ഞാൻ ഒരു സംശയം ചോദിച്ചോട്ടെ. ജമാഅത്തെ ഇസ്ലാമിക്കെതിരെയുള്ള പ്രമേയം പാസ്സാക്കാൻ കഴിഞ്ഞത് കൂടുതലും ലീഗ് അനുഭാവികളല്ല ആ സമസ്തയുടെ ഈ യോഗത്തിൽ ഉണ്ടായിരുന്നത് എന്നതുകൊണ്ടാണോ? അല്ല, ജമാഅത്ത് ഒന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ലീഗുകാർ പൂർണ്ണമായി ലീഗുകാരല്ല. അതിലൊരു വിഭാഗം കുറച്ച് ലീഗുകാരുണ്ട് എന്ന് ശരിയാണ്. പക്ഷേ ലീഗാണോ അല്ലയോ എന്നുള്ളതല്ല സമസ്തയുടെ തീരുമാനത്തിൻ്റെ അടിസ്ഥാനം. ആ സമസ്തയുടെ തീരുമാനം, സമസ്തക്ക് ബോധ്യമായ കാര്യങ്ങളാണ് സമസ്ത പറയാറുള്ളത്. സമസ്ത എന്തുകൊണ്ടാണ് ജമാഅത്തെ ഇസ്ലാമിയെ എതിർക്കുന്നത്? ജമാഅത്തെ ഇസ്ലാമി ഇന്നും ഇന്നലെ അല്ല എതിർക്കുന്നത്. ജമാഅത്തെ ഇസ്ലാമി 1948 നമ്മുടെ കേരളത്തിൽ അതിൻ്റെ പ്രവർത്തനം നടക്കുന്നത്. അന്ന് മുതൽ ജമാഅത്തെ ഇസ്ലാമിയെ സമസ്ത എതിർത്തിട്ടുണ്ട്. 1926 സമസ്ത രൂപീകരിക്കപ്പെടുന്നത്. അതിൻ്റെ 100ാം വാർഷികം ആഘോഷിക്കപ്പെട്ടത്. അതിനുശേഷം വന്ന 1ാമത്തെ കക്ഷി മുജാഹിദ് പ്രസ്ഥാനം, അതിനെയും ഞങ്ങൾ എതിർത്തിട്ടുണ്ട്. എന്നാൽ ജമാഅത്തെ ഇസ്ലാമിയെ 2 കാരണങ്ങളാലാണ് ഞങ്ങൾ എതിർക്കുന്നത്. ഒന്ന്, വിശ്വാസപരമായി കർമ്മപരമായി സുന്നി വിശ്വാസധാരയ്ക്ക് എതിരായ പല നിലപാടുകളും സ്വീകരിക്കുന്ന വിഭാഗമാണ് ജമാഅത്തെ ഇസ്ലാമി. ഞങ്ങൾ ഒന്ന് എതിർക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം അതാ. അതായത് സുന്നികളുടെ വിശ്വാസ ആചാര അനുഷ്ഠാനങ്ങളെ നിഷേധിക്കുന്നവരാണ് മുജാഹിദും ജമാഅത്തെ ഇസ്ലാമിയും. ഈ മുജാഹിദ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തിൽ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബാണ് അതിൻ്റെ ആചാര്യൻ. ഈ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിൽ നിന്നുകൊണ്ട് ഉൾക്കൊണ്ട ആശയമാണ് ഈ 2 പ്രസ്ഥാനത്തിനുള്ളത്, മുജാഹിദും ജമാഅത്തിനുള്ളത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ജമാഅത്തെ ഇസ്ലാമിയെ ഒന്നാമതായി എതിർക്കാനുള്ള കാരണം വിശ്വാസപരമായി ഞങ്ങളും അവരും തമ്മിൽ വലിയ അന്തരമുണ്ട്. ഞങ്ങൾക്ക് യോജിക്കാൻ കഴിയാത്ത പല നിലപാടുകൾ അവർക്കുണ്ട്. രണ്ടാമതായി ഞങ്ങൾ ജമാഅത്തെ ഇസ്ലാമിയെ എതിർക്കാനുള്ള കാരണം ഇന്ത്യയിലെ മതേതര സംവിധാനം നിലനിൽക്കുന്ന നമ്മുടെ നാട്ടിൽ അത്തരമൊരു മതപരമായ നിലപാടിലേക്ക് പോകുന്നത് ശരിയല്ല എന്ന ഉത്തമ ബോധ്യം ഞങ്ങൾക്കുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, തുടങ്ങിയപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു, പ്രത്യേകിച്ച് നമ്മുടെ കേരളം പോലും ആ സൗഹൃദത്തിൻ്റെ നാടാണിത്. വ്യത്യസ്തമായ മതങ്ങളും ആശയങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോൾ പോലും അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ലീഗിനെയല്ലേ ആദ്യം തിരുത്തേണ്ടത്? അങ്ങനെയാണെങ്കിൽ പാണക്കാട് തങ്ങൾ നേതൃത്വം നൽകുന്ന ലീഗിനെയല്ലേ നിങ്ങൾ ആദ്യം തിരുത്തേണ്ടത്? കാരണം ലീഗ് ഉൾപ്പെട്ട UDF ആണ് ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയെ കൂടെ കൂട്ടുന്നത്. അത് അബദ്ധമാണ്. ഞങ്ങൾ പലപ്പോഴും മുസ്ലിം ലീഗ് ഉൾപ്പെടെ UDF ഉൾപ്പെടെ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള നേതാക്കന്മാരെ കാര്യം ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. ഇത് ചെയ്യുന്നത് ശരിയല്ല. പ്രത്യേകിച്ച് ജമാഅത്തെ ഇസ്ലാമി ഇവിടെ വളർന്നാൽ ഇവിടുത്തെ സൗഹൃദം തകരും.
ഇവിടുത്തെ പാരമ്പര്യമായി നമ്മൾ നിലനിൽക്കുന്ന ഈ സാഹചര്യം ഇല്ലാതായി പോകുന്ന സാഹചര്യം വരും. ചെറുപ്പക്കാർക്കിടയിലേക്ക് അവരുടെ ആശയം വരും. അവസാനം ഈ മുസ്ലിം ലീഗിനെ പോലും ജമാഅത്തെ ഇസ്ലാമി വിഴുങ്ങും. മുസ്ലിം ലീഗിനെ പോലും ജമാഅത്തെ ഇസ്ലാമി ഇന്നല്ലെങ്കിൽ നാളെ വിഴുങ്ങും. മുസ്ലിം ലീഗ് പോലും വിരൽ കടിക്കേണ്ട സാഹചര്യം ഇവിടെ വരാൻ പോവുക. അത്രയേറെ അപകടം പിടിച്ച സാധനമാണ് ഈ പറഞ്ഞ ജമാഅത്തെ ഇസ്ലാമി. അതുകൊണ്ടാണ് ഞങ്ങൾ ഇതിനെ എതിർക്കുന്നത്. ഇന്ത്യൻ സാഹചര്യത്തിൽ മതേതരമായ ഒരു കാഴ്ചപ്പാട് നിലനിൽക്കുന്ന നമ്മുടെ നാട്ടിൽ ജമാഅത്തെ ഇസ്ലാമി ഇവിടെ വളർന്നാൽ, അവർ ഭരണ സംവിധാനത്തിലേക്ക് വന്നാൽ ഈ രാജ്യത്ത് അതിൻ്റെ കെടുതി അനുഭവിക്കാൻ പോകുന്നത് ഇവിടുത്തെ പാവപ്പെട്ട മുസ്ലിം സമുദായ. അതുകൊണ്ട് തന്നെ ആ ഒരു അവസ്ഥയിലേക്ക് വരാൻ പാടില്ല. ഞങ്ങൾക്ക് കർശനമായ നിലപാടുണ്ട കാര്യത്തിൽ ജമാഅത്തെ ഇസ്ലാമിയെ ഒരു സമയത്തും ഞങ്ങൾ അനുകൂലിച്ചിട്ടില്ല, അനുകൂലിക്കുകയുമില്ല. കാരണം ഈ രണ്ട് പ്രധാനപ്പെട്ട കാരണങ്ങളാലാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ലീഗ് എടുക്കുന്ന തീരുമാനമാണോ സമസ്തൻ്റെത്, അത് ഇതിൽ സ്വാധീനിക്കുന്നില്ല. സമസ്ത സ്വതന്ത്രമായ ഒരു സംഘടന, ലീഗിൻ്റെ സംഘടനയല്ല. അങ്ങനെയൊക്കെ ചില നറേഷൻ നിങ്ങൾ മാധ്യമങ്ങൾ ഉണ്ടാക്കും, ലീഗിൻ്റെ ബി പാർട്ടിയാണ് സമസ്ത എന്ന്. ലീഗിൻ്റെ ബി പാർട്ടിയല്ല, സമസ്ത സ്വന്തമായ നിലപാട് സ്വീകരിക്കാറുണ്ട്. ജമാഅത്തെ ഇസ്ലാമിയുടെ കാര്യത്തിൽ ലീഗിൻ്റെ നിലപാടും ഞങ്ങളുടെ നിലപാടും തമ്മിൽ വ്യത്യാസമുണ്ടല്ലോ. ഞങ്ങൾ ശക്തമായി എതിർക്കുന്നുണ്ട് മുസ്ലിം ലീഗിൻ്റെ ആ നിലപാടിനെ. ആ അവസാനം അത് മുസ്ലിം ലീഗിന് തന്നെ ബോധ്യപ്പെടാൻ പോവുക, വിഴുങ്ങും. ജമാഅത്തെ ഇസ്ലാമി മുസ്ലിം ലീഗിനെ ഉൾപ്പെടെ വിഴുങ്ങാൻ പോവുക. അപ്പൊ ഈ നിലപാടിനോട് താങ്കൾ യോജിക്കുകയാണല്ലോ. നേരത്തെയും താങ്കൾ പറഞ്ഞിരുന്നു, അതായത് ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ സമസ്ത സ്വീകരിച്ചിരിക്കുന്ന നിലപാട്, ആ നിലപാടിൽ താങ്കൾക്കൊരു രണ്ട് പക്ഷം തോന്നുന്നുണ്ടോ? ലീഗുകാരാണ് സമസ്തയിൽ കൂടുതൽ എന്ന് ഒരു വിഭാഗം അഭിപ്രായപ്പെടുന്നു. പക്ഷേ അവിടെയും ലീഗ് വിരുദ്ധരും ലീഗ് അനുകൂലികളുമുണ്ട്. അപ്പോൾ സമസ്തയിലെ ഈ ലീഗ് വിരുദ്ധരുടെ മാത്രം നിലപാടായി തോന്നുന്നുണ്ടോ ഇത് ജമാഅത്തെ ഇസ്ലാമിയോടുള്ള എതിർപ്പ്? അതോടൊപ്പം തന്നെ അദ്ദേഹം ഈ പെരുന്നാളിനെ 3 ദിവസത്തെ അവധി എന്നതിലും അദ്ദേഹത്തിൻ്റെതായ വിശദീകരണം നൽകുകയുണ്ടായി. ഞാനത് പറയാം. ഒന്നാമത്തെ കാര്യം, പെരുന്നാളിന് മാസപ്പിറവി ഒരു ദിവസം മാറിയാൽ ആ ദിവസം കൂടി അവധി നൽകണമെന്ന് പറയുന്നതും അതല്ല എല്ലാ പെരുന്നാളിനും 3 ദിവസം അവധി നൽകണമെന്ന് പറയുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട് എന്ന് ശ്രീ മുസ്തഫ മുണ്ടുപാറ എന്നിനി മനസ്സിലാക്കും. ഒരു ദിവസം പെരുന്നാളിന് അവധി, എന്നാൽ മാസപ്പിറവി കാണുന്നത് ഒന്നുകൂടി മാറിക്കഴിഞ്ഞാൽ 2 ദിവസം അവധി. അതാണ് സാധാരണ കേരളത്തിൽ പതിവായിട്ട് കഴിഞ്ഞ കുറേ കാലമായിട്ട് നമ്മൾ കാണുന്നത്. അങ്ങനെ വരുന്നത് ചില സമയങ്ങളിൽ അതിൻ്റെ ആവശ്യമില്ലാത്തപ്പോൾ അത് 1 ദിവസമായിട്ട് നിൽക്കും, അല്ലാത്ത തവണ 2 ദിവസമാകും. എന്നാൽ അങ്ങനെയല്ല, ഇറസ്പെക്റ്റീവ് ഓഫ് ദാറ്റ് ഞങ്ങൾക്ക് 3 ദിവസം അവധി വേണം എന്ന് പറയുന്നത് നിങ്ങൾ ഈ അധികാരത്തിലേക്ക് കൂടുതലായിട്ടുള്ള ഡിമാൻഡുകൾ വെക്കുക എന്നുള്ളത് തന്നെയാണ്. അതല്ലാതെ മറ്റൊരു തരത്തിലുള്ള ന്യായീകരണവും അതിനില്ല എന്നുള്ളതാണ് ഒരു വസ്തുത. അതിൻ്റെ വ്യത്യാസമുണ്ട് കാര്യമായിട്ട് എന്ന് താങ്കൾ മനസ്സിലാക്കണം. അല്ലാതെ ഞാൻ പറഞ്ഞു വന്നതിൽ താങ്കൾ പറഞ്ഞിരിക്കുന്ന മറുപടി അതിൽ ഉൾച്ചേർന്നിരുന്നിട്ടില്ല എന്നുള്ളത് ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, താങ്കൾ തന്നെ പറഞ്ഞു മുസ്ലിം സമുദായം എന്തെങ്കിലും ഒന്ന് ചോദിച്ചാൽ ഉടനെ അതിനെ പണിക്കർ എതിർക്കുന്നു, അത് പണിക്കരുടെ പതിവാണ് എന്ന് പറയുന്നു. ദയവ് ചെയ്ത് അങ്ങനെ പറയരുത്. മുസ്ലിം സമുദായം ആവശ്യപ്പെട്ടിരിക്കുന്ന നല്ല കാര്യങ്ങൾക്കെല്ലാം ഒപ്പം തന്നെയാണ് ഞാൻ. ഇപ്പോൾ സമസ്തയുടെ തന്നെ പല കാര്യങ്ങളിലും സമസ്തയെ എതിർക്കുമ്പോൾ പോലും ജമാഅത്തെ ഇസ്ലാമിയെ എതിർക്കുകയും ജമാഅത്തെ ഇസ്ലാമി വർഗീയ സംഘടനയാണ് എന്ന് നിങ്ങൾ പറയുകയും ചെയ്യുമ്പോൾ ഞാൻ നിങ്ങളോടൊപ്പമാണ്. അപ്പോൾ ചില മുസ്ലിം ആൾക്കാർ ചോദിക്കുന്നത് ന്യായം, ചില മുസ്ലിങ്ങൾ ചോദിക്കുന്നത് അന്യായം, ചില മുസ്ലിങ്ങളോടൊപ്പം പണിക്കർ നിൽക്കുന്നു, അങ്ങനെ ഒരു തിരുത്തൽ താങ്കൾ വരുത്തുമോ? അപ്പോൾ ചില കാര്യങ്ങളിലൊക്കെ പണിക്കർ കൃത്യമായിട്ട് തന്നെയാണ് പറയുന്നത് എന്ന് താങ്കൾ പറയുമോ? നോക്കൂ, ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രശ്നം ജമാഅത്തെ ഇസ്ലാമിയുടെ സ്ഥാപനത്തിൽ തന്നെ അതിന് വളരെ കൃത്യമായിട്ടുള്ള ഒരു വർഗീയ അജണ്ടയുണ്ട്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന, അതിൻ്റെ തന്നെ ഒരു ഘടകമായിട്ട് ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന ഒരു യൂണിറ്റിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏതെങ്കിലും ഒരു സംസ്ഥാനത്തുള്ള ഒരു അമീർ വന്ന് പറഞ്ഞതുകൊണ്ട് അവരുടെ സംഘടനയുടെ പൊതു സ്വഭാവം മാറുന്നില്ല. വളരെ കൃത്യമായിട്ട് അവരുടെ ഭരണഘടന വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ അതിൽ അവർ വർഗീയത തന്നെയാണ് പറയുന്നത് എന്നതിനെക്കുറിച്ച് എല്ലാവർക്കും ബോധ്യമുള്ളതാണ്. അതുതന്നെയാണ് നമ്മുടെ നാട്ടിലുള്ള രാഷ്ട്രീയ പ്രവർത്തകരും സാമൂഹ്യ പ്രവർത്തകരും ഒക്കെ ദീർഘകാലമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ അഭിപ്രായം സമസ്ത പറഞ്ഞാൽ സമസ്ത പറഞ്ഞേ എന്ന് കരുതി അതിൻ്റെ മറുപക്ഷം എടുക്കാനൊന്നും പണിക്കർ നിൽക്കില്ല. അതുകൊണ്ടാണ് നിങ്ങളോടൊപ്പം നിൽക്കുന്നത്. പക്ഷേ എന്ന് കരുതി നിങ്ങൾ പറയുന്ന ആവശ്യങ്ങൾ അത് ന്യായമല്ല എങ്കിൽ അയ്യോ ഇത് ന്യൂനപക്ഷ സമുദായമാണല്ലോ എന്ന് കരുതി നിങ്ങളുടെ കൂടെ നിൽക്കാൻ ഞാനൊരു രാഷ്ട്രീയക്കാരനല്ല. കാരണം വെള്ളിയാഴ്ച ദിവസത്തെ വിദ്യാഭ്യാസത്തിനും പരീക്ഷയ്ക്കും അതിൻ്റെ സമയം ജുമാ നിസ്കാരത്തിന് തടസ്സമാകാതെ ക്രമീകരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അനാവശ്യമായിട്ടുള്ള ഒരു ഡിമാൻഡാണ്. കാരണം വിദ്യാഭ്യാസ സ്ഥാപനവും എക്സാമും നടത്തുന്ന സമയത്ത് അതിന് കൃത്യമായിട്ട് അതിൻ്റെതായിട്ടുള്ള ചിട്ടവട്ടങ്ങളുണ്ട്, അതിനനുസരിച്ചാണ് പോകേണ്ടത്. അവിടെ മതം ഒരു പരിഗണനയാവരുത്. കാരണം വിദ്യാഭ്യാസം എന്ന് പറയുന്നത് സെക്യുലർ ആയിട്ടുള്ള ഒരു ഫംഗ്ഷനാണ്. അവിടെ മുസ്തഫ മുണ്ടുപാറയുടെ ന്യായം എന്ന് പറയുന്നത് മുസ്ലിം സമുദായം ഒരു കാര്യം പറഞ്ഞാൽ അത് വർഗീയതയാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെല്ലാം ഏറ്റെടുക്കുന്നു എന്നുള്ളതാണ്. അല്ല, അങ്ങനെയല്ല, അത് അന്യായമാണ് എന്നുള്ളതാണ്. ഇപ്പം ഞാൻ വെറുതെ അദ്ദേഹത്തിൻ്റെ അടുത്ത് പറയാം, ശ്രീകൃഷ്ണൻ്റെ അമ്പലത്തിൽ മഹാവിഷ്ണുവിൻ്റെ അമ്പലത്തിൽ പോകുന്നത് വ്യാഴാഴ്ചയാണ്. അതുകൊണ്ട് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ രാവിലെ തൊഴുതതിന് ശേഷം ഒരു 10:30 കഴിഞ്ഞതിന് ശേഷം മാത്രമേ വിദ്യാർത്ഥികൾക്ക്, ഹിന്ദുക്കൾക്ക് തിരുവനന്തപുരത്തുള്ള സ്കൂളുകളിൽ വരാൻ പറ്റുകയുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ?
ഞാൻ പറഞ്ഞത് നമ്മുടെ നാട്ടിൽ അങ്ങനെ പല കാര്യങ്ങളും ഉണ്ടാകും. പൊതുവായിട്ടുള്ള ചില കാര്യങ്ങൾക്ക് നമ്മളിപ്പോൾ ഇവിടെ ഭീമാപ്പള്ളി ഉറൂസ് ഉണ്ട്, അല്ലെങ്കിൽ ആറ്റുകാൽ പൊങ്കാലയുണ്ട്, അങ്ങനെയുള്ള ദിവസങ്ങളിലൊക്കെ തന്നെ അവധി കൊടുക്കും. പക്ഷേ എന്ന് കരുതി എല്ലാ വെള്ളിയാഴ്ചയും നമ്മൾ അതിനനുസരിച്ച് നമ്മുടെ വിദ്യാഭ്യാസം എല്ലാം തന്നെ പുനഃക്രമീകരിക്കണം എന്ന് പറയുന്നത് ശരിയല്ല. അപ്പോൾ അന്യായമായിട്ട് നിങ്ങൾ ആവശ്യപ്പെട്ടാൽ അതിനെ എതിർക്കും. അതേപോലെ തന്നെയാണ് ഖാദർ കമ്മിറ്റി പറഞ്ഞിരിക്കുന്ന കാര്യമാണ് വിദ്യാലയങ്ങളുടെ സമയക്രമം മാറ്റുക. അപ്പോൾ നിങ്ങൾ പറയുന്നു അതല്ല, മദ്രസയ്ക്കാണ് കൂടുതൽ പ്രാധാന്യം നൽകേണ്ടത്, അതുകൊണ്ട് വേണമെങ്കിൽ നിങ്ങൾ മാറ്റിക്കോ, ഞങ്ങൾ മാറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ എതിർക്കും. പൊതുവേദികളിൽ പെൺകുട്ടികൾ ആദരിക്കപ്പെടുക, പൊതുവേദികളിൽ പെൺകുട്ടികൾ വരിക എന്നതിനെ സമസ്തയുടെ നേതാക്കന്മാർ എതിർക്കുന്നുണ്ട്. അത് അന്യായമായിട്ടുള്ള ഒരു ജെൻഡർ ഇംബാലൻസ് സൃഷ്ടിക്കുന്ന ഒരു കാര്യമായതുകൊണ്ട് എതിർക്കും. സ്കൂളുകളിൽ സൂംബ ഡാൻസ് എന്ന് പറയുന്നത് കുട്ടികളുടെ ശാരീരികവും മാനസികവുമായ ഉല്ലാസത്തിന് നല്ലതാണ് എന്ന് ശാസ്ത്രീയമായി തന്നെ തെളിയിക്കപ്പെട്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അത് വേണ്ട എന്ന് നിങ്ങൾ പറയുമ്പോൾ, ആണും പെണ്ണും തമ്മിൽ ഇടകടലാൻ പാടില്ല എന്ന് നിങ്ങളൊരു യാഥാസ്ഥിതികമായിട്ടുള്ള ചിന്ത പറയുമ്പോൾ അതിനെ ഞാൻ എതിർക്കും. ജെൻഡർ ന്യൂട്രൽ യൂണിഫോമിനെ മറ്റൊരു കാരണത്താൽ എതിർക്കുന്നയാളാണ് ഞാൻ. അതിൽ മതമോ മറ്റു കാര്യങ്ങളോ ഇടപെടലോ ഒന്നുമല്ല. പക്ഷെ നിങ്ങൾ പറയുന്ന ന്യായം അതിൽ ശരിയല്ലാത്തത് കൊണ്ട് നിങ്ങളുടെ ആ ന്യായം ശരിയല്ല എന്ന് ഞാൻ പറയും. വഖഫ് ബോർഡ് നിയമനം PSCക്ക് വിടുന്നതിനെ നിങ്ങൾ എതിർക്കുന്ന സമയത്ത് അത് ശരിയല്ല, കാരണം അത് ട്രാൻസ്പെറൻ്റ് ആയിട്ട് നടക്കണമെന്നുണ്ടെങ്കിൽ PSC നിയമനമാണ് വേണ്ടത് എന്ന് പറഞ്ഞ് ഞാൻ എതിർക്കും. കായിക താരങ്ങളെ, ഇപ്പൊ മെസ്സി, റൊണാൾഡോ ഇങ്ങനെയുള്ള ആൾക്കാരെ വലിയ മഹാന്മാരായിട്ടോ ദൈവതുല്യമായിട്ടോ കാണരുത്. ഒരു സെക്കൻഡ്, എന്തോ ദേവസ്വം ബോർഡ് ആരാ സാർ നിയമിക്കുന്നത്? സർക്കാരല്ലേ നിയമിക്കുന്നത്? ദേവസ്വം ബോർഡ് ആരാ നിയമിക്കുന്നത് താങ്കൾ വിചാരിച്ചിരിക്കുന്നത്? അല്ല, ദേവസ്വം ബോർഡിന്റെ കാര്യത്തിൽ താങ്കൾ വിചാരിച്ചിരിക്കുന്ന ആരാ? ഇവിടുത്തെ NSS ആണ് ആൾക്കാരെ വെക്കുന്നതെന്നാണോ താങ്കൾ വിചാരിക്കുന്നത്? നിയമസഭയിലുള്ള ഹിന്ദു MLA-മാരാണ് തീരുമാനിക്കുന്നത് അല്ലേ? സർക്കാരിന്റെ പ്രതിനിധികളല്ലേ? PSCക്ക് വിടട്ടെ, PSCക്ക് വിട്ടോട്ടെ. പക്ഷെ അതിനെ ഈ പറയുന്ന കണ്ടീഷൻസ് ഫുൾഫിൽ ചെയ്തിട്ടാണെങ്കിൽ PSCക്ക് വിട്ടോന്നേ, എനിക്കൊരു പ്രശ്നമില്ല. ഞാൻ ഒരു കാലത്തും ഈ നിയമനം ഏതെങ്കിലും ഒരു മതസംഘടന ചെയ്യണമെന്നൊന്നും ഞാൻ പറയുന്ന ആളല്ല. അങ്ങനെ ഒരു വാദമേ എനിക്കില്ല. അപ്പൊ എനിക്കില്ലാത്ത വാദം എന്തിനാണ് എന്നോട് ചോദിക്കുന്നത്? മെസ്സി, റൊണാൾഡോ പോലെയുള്ള കായിക താരങ്ങളെ ഐഡലൈസ് ചെയ്യുന്ന ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. അപ്പൊ ഉടനെ മെസ്സി, റൊണാൾഡോയെ ചോദിക്കാമല്ലോ. നിങ്ങൾക്ക് വഖഫ് ബോർഡിന്റെ PSCക്ക് വിടുന്നതിൽ മാത്രമാ പ്രശ്നമെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾക്ക് പിന്നെ ദേവസ്വം ബോർഡിലെ നിയമനം PSCക്ക് വിടാൻ പാസ്സായിക്കൂടാ? നിങ്ങൾ എന്തുകൊണ്ട് അഭിപ്രായം? ദേവസ്വം ബോർഡിലെ ഏത് നിയമനത്തിന്റെ കാര്യമായി എത്രയോ നിയമനങ്ങൾ അല്ലാതെ നടത്തുന്നു, എത്രയോ നിയമനങ്ങൾ അങ്ങനെ നടത്തുന്നു. അതിന് പൂർണ്ണമായിട്ടും എല്ലാ കാര്യവും PSCക്ക് അവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് ചട്ടങ്ങളുണ്ട്. ചില കാര്യങ്ങൾക്ക് കോടതിയാണ് പറഞ്ഞത് അല്ലേ? സർക്കാരാണോ? ഒരു സെക്കൻഡ്, തന്ത്രിമാരായിട്ട് മലയാള ബ്രാഹ്മണർ വേണമെന്ന് പറഞ്ഞിരിക്കുന്നത് അല്ല. ഒരു സെക്കൻഡ്, തന്ത്രിമാരായിട്ട് ചില വിഷയങ്ങളിൽ മലയാളി ബ്രാഹ്മണർ വേണം എന്ന് പറഞ്ഞിട്ട് ഒരു പ്രത്യേക കാറ്റഗറി വെച്ചിരിക്കുന്നത് ഞാനാണോ, ഏതെങ്കിലും ഹിന്ദു സംഘടനയാണോ, ഈ നാട്ടിലെ കോടതിയാണോ? ശ്രീ മുസ്തഫ മുണ്ടുപാറ പറയൂ. ഇത് കോടതി പറയുന്ന കാര്യമല്ല നിങ്ങൾ റിക്വസ്റ്റ് ചെയ്യുന്നത്. നിങ്ങൾ റിക്വസ്റ്റ് ചെയ്യുന്നത് അതാ ഞാൻ പറഞ്ഞത്, മെസ്സി, റൊണാൾഡോ പോലെയുള്ള ഫുട്ബോൾ താരങ്ങളെ ഐഡലൈസ് ചെയ്യാൻ പോലും പാടില്ല അല്ലേ? മെസ്സി, റൊണാൾഡോ പോലുള്ള ഫുട്ബോൾ താരങ്ങളെ ഐഡലൈസ് ചെയ്യരുത് എന്ന് പോലും നിങ്ങൾ ഇവിടുത്തെ ചെറുപ്പക്കാരോട് പറയുന്ന രീതിയിലത്തേക്ക് ഉള്ള മോശമായ ഉപദേശങ്ങൾ നൽകുന്ന രീതിയിലത്തേക്ക് നിങ്ങൾ അധപ്പതിച്ചാൽ, അയ്യോ അത് ന്യൂനപക്ഷ സമുദായമാണ്, അത് മുസ്ലിങ്ങളാണ് എന്ന് കരുതി നിങ്ങളെ പിന്തുണയ്ക്കാൻ പറ്റില്ല. നിങ്ങൾ ആ പറഞ്ഞിരിക്കുന്ന കാര്യം ശരിയാണോ? സമൂഹത്തിൽ ചേരുന്ന അത് ഞങ്ങളുടെ വിശ്വാസത്തിന്റെ ഭാഗമായിക്കൊണ്ടുള്ളതാ. അങ്ങനെയാണെങ്കിൽ വിശ്വാസത്തിൽപ്പെടുന്ന ആൾക്കാർ ചെയ്യുന്നത് നിങ്ങൾക്ക് എന്താ വിധത്തിൽ സിനിമ ഇത് നടത്തുന്ന ആളുകളുണ്ട്. നിങ്ങൾ തന്നെ നേരത്തെ പറഞ്ഞല്ലോ പണിക്കരെ, നിങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ ഡ്രസ്സിന്റെ കാര്യത്തിൽ എനിക്ക് വേറൊരു വീക്ഷണം ഉണ്ട്. നിങ്ങൾ പറഞ്ഞ് ജെൻഡർ ന്യൂട്രാലിറ്റിയുടെ വിഷയത്തിൽ എനിക്ക് ഇങ്ങനെ ഒരു വീക്ഷണം ഉണ്ട്, അത് നിങ്ങളെ വീക്ഷണമായി യോജിക്കാത്തത് കൊണ്ടാണ് ഞാൻ നിങ്ങളെ എതിർക്കുന്നത്. അപ്പൊ ഒരു വീക്ഷണം ഉണ്ട്. അപ്പൊ ഓരോരുത്തരും ഇതുമായി ബന്ധപ്പെട്ടോ അല്ലെ സാംസ്കാരികമായോ ഓരോരുത്തർക്കും അവരുടെ നിലപാടുണ്ടാവും പണിക്കർ. അല്ല, എന്റെ പ്രശ്നം അതല്ല. ഞാൻ അതിനെ എതിർക്കുന്ന എന്തുകൊണ്ടാണെന്ന് താങ്കൾക്ക് അറിയാത്തത് കൊണ്ടാണ്. ഞാൻ അതിനെ എതിർക്കുന്നത് എന്തുകൊണ്ടാണ്? പുരുഷൻ ട്രഡീഷണൽ ആയിട്ട് ധരിക്കുന്ന വസ്ത്രം സ്ത്രീ ധരിച്ചെങ്കിൽ മാത്രമേ ജെൻഡർ ന്യൂട്രൽ ആവുകയുള്ളൂ എന്നുള്ള ഒരു തോന്നൽ എവിടെ നിന്ന് വന്നു? അതാണ് എന്റെ ചോദ്യം. നിങ്ങൾ യൂണിഫോമിന്റെ പാറ്റേൺ കൊടുക്കൂ, ആൾക്കാർക്ക് ഷർട്ടും പാൻറ്റും ഇടണമെന്നുണ്ടെങ്കിൽ അതിരട്ടെ, ചുരിദാർ ഇടണമെങ്കിൽ അതിരട്ടെ എന്നാണ് ഞാൻ പറയുന്നത്. അതല്ലാതെ പുരുഷൻ യാഥാസ്ഥിതികമായിട്ട് ഇടുന്ന വസ്ത്രം സ്ത്രീ ധരിച്ചെങ്കിൽ മാത്രമേ അത് ജെൻഡർ ന്യൂട്രൽ ആവൂ എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അതിനെ ഞാൻ എതിർക്കും. അതല്ല ജെൻഡർ ന്യൂട്രൽ. എല്ലാ ലിംഗവും ലിംഗമായിട്ട് തന്നെ ഇരിക്കട്ടെ. സ്ത്രീ ആയിട്ടും പുരുഷൻ പുരുഷനായിട്ടും മൂന്നാമതൊരു ലിംഗം ഉണ്ടെങ്കിൽ അതായിട്ടും ഇരിക്കട്ടെ. എല്ലാവരും ഒരേപോലെ ഇരിക്കണമെന്ന് നിങ്ങൾ വാശി പിടിക്കുന്നത് എന്തിനാണെന്നാണ് എന്റെ ചോദ്യം. നിങ്ങളുടെ ന്യായം അതല്ല. നിങ്ങളുടെ ന്യായം അതല്ല, ശരിയല്ലേ? നിങ്ങളുടെ ന്യായം ഈ വിഷയത്തിലാണെങ്കിലും സൂംബ ഡാൻസിലാണെങ്കിലും അതല്ല. അത് പൂർണ്ണമായും മതപരമാണ്. അങ്ങനെ മതപരമായിട്ട് നിങ്ങൾ വേണമെങ്കിൽ അനുവർത്തിച്ചോളൂ, നിങ്ങളുടെ സ്ഥാപനങ്ങളിൽ വെച്ചോളൂ. അതിനുള്ള അവകാശം നിങ്ങൾക്ക് ഈ നാട്ടിലെ ന്യൂനപക്ഷ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കുള്ള അവകാശങ്ങളും നിയമങ്ങളും ഉണ്ടാക്കുന്ന കാര്യത്തിൽ നിങ്ങൾക്ക് അത് നൽകുന്നുണ്ട്. പക്ഷേ അല്ല, പൊതുവിദ്യാഭ്യാസത്തിന്റെ ഭാഗമായിട്ട് സർക്കാർ സ്ഥാപനങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്.
പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ, സർക്കാർ നടത്തുന്ന സ്ഥാപനങ്ങളിൽ ഇത് കൊണ്ടുവരണം എന്ന് ഞങ്ങൾ പറഞ്ഞുകൊണ്ട് ആവശ്യപ്പെട്ട് സെക്യുലർ സ്കൂളുകളിൽ വിദ്യാഭ്യാസ അതിന് രംഗത്തിനെ എതിർത്തത് താല്പര്യമില്ലാത്ത നിങ്ങളാ. കുട്ടികൾ അതിനെ ഒഴിവാക്കണം. അങ്ങനെയാണ് സൂംബ ഡാൻസ് എവിടെയാണ് ശ്രീ മുസ്തഫ മുണ്ടുപാറ നിങ്ങൾ എതിർത്തത്? സർക്കാർ വിദ്യാലയങ്ങളിൽ വരുന്നത് നിങ്ങൾ എതിർത്തില്ലേ? അതല്ലാതെ നിങ്ങളുടെ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ നടത്തില്ല എന്നല്ലല്ലോ നിങ്ങൾ പറഞ്ഞത്. സൂംബ ഡാൻസ് പറ്റില്ല എന്ന് നിങ്ങൾ പറഞ്ഞത് സർക്കാർ സ്ഥാപനങ്ങളിൽ ഉൾപ്പെടെയാണ്. ഞങ്ങളുടെ എന്ന് വെച്ചാൽ വിദ്യാഭ്യാസത്തിനെ പൂർണ്ണമായും സെക്യുലറായി കാണുന്ന പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പോലും നിങ്ങൾ അതിനെ എതിർത്ത് കഴിഞ്ഞാൽ ഞാൻ അതിനെ എതിർക്കും. അത് മുസ്ലിങ്ങളെല്ലാം പറയുന്നതിനെ എതിർത്തു എന്ന് നിങ്ങൾ അതിനെ വ്യാഖ്യാനിക്കുന്നത് നിങ്ങളുടെ വർഗീയതയാണ്. കൃത്യമായി ഞാൻ മനസ്സിലായി. വർഗീയവാദിയാകുന്നതല്ല. ശരി, നിങ്ങൾ തമ്മിൽ തർക്കം വേണ്ട. ശരി, മറ്റുള്ളവർക്ക് സ്വീകരിക്കാൻ ശ്രീ മുസ്തഫ മുണ്ടുപാറ ഒരു കാര്യം കൂടി, അല്ല ഒരു കാര്യം കൂടി, മതമാണ് പ്രശ്നം, അല്ലാതെ മറ്റൊന്നുമല്ല. ജീവിക്കാനുള്ള സാഹചര്യമാണ് അവിടെ. അത് മതമാണ് ഡോക്ടർ ജി ഗോപു പറയും മതമാണ് പ്രശ്നം എന്നതുകൊണ്ട് ഈ വ്യാഖ്യാനങ്ങൾ വരുന്നത് കൊണ്ടല്ലേ ഈ രാഷ്ട്രീയ പാർട്ടികൾക്ക് ഈ സമ്മർദ്ദത്തിന് അടിമപ്പെടേണ്ടി വരുന്നത് അല്ലേ? തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെയാണ് അങ്ങനെ വരുന്നത്. നമുക്ക് ഒരു മതേതര സമൂഹത്തിനകത്ത് വിശ്വാസം സംരക്ഷിക്കുന്നതിനോടൊപ്പം തന്നെ സ്റ്റേറ്റിൻ്റെ ഒരു സ്പേസ് ഉണ്ട്. അതാണ് ഏറ്റവും വലിയ സ്പേസ് വരേണ്ടത്. അങ്ങനെയുള്ളൊരു സ്പേസിനെ നമ്മൾ കോംപ്രമൈസ് ചെയ്ത് കുറച്ച് കൊണ്ടുവരുമ്പോൾ മതമാണ് വലുതാവും. അത് പാടില്ല എന്നാണ് പറയുന്നത്. മതം വ്യക്തിപരമാണ്, തീർച്ചയായിട്ടും സമൂഹത്തിലുള്ളവർക്ക് അതിൻ്റേതായ വിശ്വാസമുണ്ട്, തീർച്ചയായിട്ടും ഭരണഘടന അനുവദിക്കുന്നുമുണ്ട്. പക്ഷേ അതിൻ്റെ അർത്ഥം അത് ബാക്കി എല്ലാത്തിനെയും ക്യാമഫ്ലാഷ് ചെയ്ത് ഓവർ ഷാഡോ ചെയ്ത് സ്റ്റേറ്റിൻ്റെ സ്പേസ് തീരെ ഇല്ലാതാവുമ്പോൾ ആ രാജ്യത്തിൽ എങ്ങനെയാണ് ഒരു പൊതുസമൂഹം ഉണ്ടാകുന്നത്? എങ്ങനെയാണ് ഒരു സ്റ്റേറ്റ് സെക്യുലർ ആകുന്നത്? ഏറ്റവും കുറച്ച് കൊണ്ടുവരില്ലേ ഇത്തരം ഡിമാൻഡുകൾ വെച്ചിട്ട്? അതല്ലേ പ്രശ്നം ഉണ്ടാകുന്നത്. ഇപ്പോൾ 48-ൽ സംസ്ഥാനത്തിന് അന്ന് കേരളം ഉണ്ടായില്ല. അന്നുണ്ടായിരുന്ന അവധികളും ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന അവധികളുടെ എണ്ണം തന്നെ മാത്രം ഒന്ന് എടുത്തു നോക്കിയിട്ട് സ്വാതന്ത്ര്യം കിട്ടിയ സമയത്ത് കേന്ദ്ര ഗവൺമെൻറ്റിലുണ്ടായ അവധി ദിവസങ്ങളും ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിലുള്ള അവധി ദിവസങ്ങളും തമ്മിലൊരു താരതമ്യം നടത്തിയാൽ നമുക്ക് മനസ്സിലാകും എത്ര വ്യത്യസ്തമാണ്. നമ്മൾ ഈ സമ്മർദ്ദ രാഷ്ട്രീയത്തിന് എത്രത്തോളം വഴങ്ങി. ഞാൻ പ്രത്യേകിച്ചൊരു മതത്തെ പറയില്ല, ജാതി ഉൾപ്പെടെയുള്ള പല വിഭാഗക്കാർക്കും കൂടുതൽ അവധി കൊടുക്കാനുള്ള ഡിമാൻഡ് വരുമ്പോൾ ഇലക്ട്രൽ പൊളിറ്റിക്സിൻ്റെ കണ്ടീഷൻ കൊണ്ട്, വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിൻ്റെ നിർബന്ധം കൊണ്ട് അതിലേക്ക് വഴുതി വീണ് ആ സമ്മർദ്ദം കൊണ്ട് അവധി കൊടുക്കുക തന്നെ ചെയ്യുന്നു. ഇപ്പോൾ ഇത് 5 ദിവസമാക്കുന്നു. ഈ 5 ദിവസത്തോടൊപ്പം തന്നെ ബാക്കി അവധികളോട് വരുമ്പോൾ ബലത്തിൽ എത്ര അവധിയാണ് കേരളത്തിൽ കിട്ടാൻ പോകുന്നത്? നമ്മൾ പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമിക്കെതിരെയുള്ള പ്രഖ്യാപിത നിലപാട് അവർ പ്രഖ്യാപിച്ചു, ഇത് വീണ്ടും പ്രഖ്യാപിച്ചു, അതൊരു പ്രമേയത്തിന് രൂപേണ. ഇത് UDF ജമാഅത്തെ ഇസ്ലാമിയെ കൂടെ കൂട്ടുന്ന ഈ സമയത്താണ്. അങ്ങനെ വരുമ്പോൾ UDFന് ഇതിൽ നിന്ന് പിന്മാറേണ്ട ഒരു അവസ്ഥ വരുമോ? താങ്കൾ എങ്ങനെയാണ് അതിനെ നിരീക്ഷിക്കുന്നത്? മുൻപ് SDP-യുടെ പിന്തുണ വേണ്ട എന്ന് ഒടുവിൽ പറയേണ്ടി വന്നിരുന്നു UDF. വല്ലാത്തൊരു വിഷമവൃത്തത്തിൽ UDFനെ കൊണ്ട് എത്തിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ. തീർച്ചയായിട്ടും സമസ്തയുടെ പ്രതിനിധി പറഞ്ഞതുൾപ്പെടെ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയെടുക്കാമെങ്കിൽ ശക്തമായിട്ട് ലീഗ് വിരുദ്ധ വിഭാഗം ഇതിനകത്തുണ്ടെന്നും ഒരു വലിയ പരിധിവരെ ഇടതുപക്ഷം പറയുന്നതിനോട് ചേർന്ന് നിൽക്കുന്നൊരു ഫാക്ടർ അവിടെ നിൽക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അങ്ങനെ വരുമ്പോൾ അതായത് ന്യൂനപക്ഷ വോട്ടുകളുടെ കൺസോളിഡേഷൻ UDFന് അനുകൂലമാകില്ല എന്ന സൂചനയാണ് എന്നുള്ള സൂചനയാണ്. അത് മാത്രമല്ല UDF ഭരണത്തിൽ വരികയാണെങ്കിൽ അപ്പോഴുണ്ടാകാൻ സംഭവിക്കുന്ന രാഷ്ട്രീയത്തിൻ്റെ ഒരു കേളികൊട്ട് ഇപ്പോൾ ഇവിടെ തുടങ്ങുകയാണ്. ഇപ്പോഴും ഇത്തരം രാഷ്ട്രീയ സാഹചര്യങ്ങൾ വരുമ്പോൾ അതിൻ്റെ ഒരു തുടക്കം ഇവിടെ വരികയാണ്. അപ്പോൾ സമസ്തയുടെ ഇഷ്യൂവിൽ തന്നെ രാഷ്ട്രവാദം ഉപേക്ഷിച്ചു എന്ന് പറയുന്നത് അത് എത്രത്തോളം ആധികാരികമായ വിശ്വാസത്തിൽ എടുക്കാമെന്നുള്ളൊരു പ്രശ്നമുണ്ട്. അപ്പോൾ വിശ്വാസത്തിലെടുക്കുന്നില്ല എന്നാണ് മുസ്തഫ പറയുന്നത്. അതെ, ആ വിശ്വാസത്തിൽ എടുക്കുന്നില്ല എന്ന് പറയുന്നു. പക്ഷേ ഈ ഡിബേറ്റ് കൂടുതൽ നിൽക്കുമ്പോൾ ഇടതുപക്ഷം പറയും ഞങ്ങളെടുത്ത നിലപാടാണ് ശരിയെന്ന് പറയും. അത് UDFനെ പ്രതിരോധത്തിലാക്കും. അതായത് സമസ്തയെ കൊണ്ട് പറയിപ്പിക്കുവാനും സാധിച്ചു LDFന്. അതെ, അതാണ് അവിടെ വാസ്തവ. LDF ഒന്ന് സ്കോർ ചെയ്തിരിക്കുകയാണ്. അത് UDFനെ ഒരു പ്രതിരോധ സാഹചര്യത്തിലേക്ക് കൊണ്ടെത്തിക്കും. അപ്പോൾ മുസ്തഫ എന്താണ് മഞ്ജുഷേ, ഇടതുപക്ഷം പറഞ്ഞത് കൊണ്ടാണ് സമസ്ത ഈ തീരുമാനം എടുത്തതെന്നുള്ളത് തെറ്റായ ഒരു ധാരണ, തിരുത്തണം. ഇടതുപക്ഷം പറഞ്ഞോ വലതുപക്ഷം പറഞ്ഞോ എന്നുള്ളതല്ല. ഞാൻ പറഞ്ഞല്ലോ, ജമാഅത്തെ ഇസ്ലാമിയെ ഞങ്ങൾ എതിർക്കാനുണ്ടായ സാഹചര്യം ഈ 2 പ്രധാനപ്പെട്ട കാരണങ്ങളുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയല്ല. LDFും ഒരു നിലക്ക് അവരെ കൂടെ നിന്നിരുന്ന സമയത്തും ശക്തമായി ഞങ്ങൾ എതിർത്തിട്ടുണ്ട്. അതിനത് സെമിനാർ രാഷ്ട്രീയമുള്ളത് എന്ന് പറയുമ്പോൾ സമസ്തയിലെ സമസ്തയിലെ ആ ലീഗ് അനുകൂലികൾക്ക് അവിടെ മൗനം പാലിക്കേണ്ടി വന്നു എന്നുള്ളതാണ്. അതാണ് അവിടുത്തെ രാഷ്ട്രീയം. കാരണം സമസ്തയുടെ പൊതു നിലപാടാണിത്. അതുകൊണ്ട് തന്നെ ലീഗ് അനുകൂലികൾക്ക് അവിടെ ഒന്നും മിണ്ടാനാകാത്ത സ്ഥിതി വന്നു. അവിടെ അതാണ് സാർ പറഞ്ഞത്, അവിടെ LDF സ്കോർ ചെയ്തു എന്ന്. ഇല്ലല്ല,
തിരുത്തണം. ലീഗ് അനുകൂലികൾ ലീഗ് വിരുദ്ധർ എന്നൊരു സംവിധാനം നിങ്ങൾ മാധ്യമങ്ങൾ മീഡിയകൾ ഉണ്ടാക്കിയ, പ്രത്യേകിച്ച് ചില 1-2 മാധ്യമങ്ങൾ ഉണ്ടാക്കിയ ഒരു നരേഷനാണത്. ലീഗ് വിരുദ്ധർ ലീഗ് അനുകൂലികൾ എന്നൊരു സംവിധാനമില്ല. സമസ്തയിലെത്തുമ്പോൾ ലീഗ് അനുകൂലികളും ലീഗുകാരും കോൺഗ്രസ്സുകാരും CPMകാരും ജനതാദളുകാരും ഒക്കെ ഒന്നാണ്, സമസ്തക്കാരെന്ന നിലക്ക്. ഇതിൽ തീരുമാനമെടുക്കുന്നത്, നയപരമായ തീരുമാനമെടുക്കുന്നത് ബഹുമാനപ്പെട്ട സമസ്ത ജമാഅത്തിലുലമയുടെ മുശാവറയാണ്. ആ മുശാവറ എടുക്കുന്ന തീരുമാനത്തെ സമത്തെ അംഗീകരിക്കുന്ന മുഴുവൻ ആളുകളും അംഗീകരിക്കണം. അതിൽ രാഷ്ട്രീയം എന്നൊന്നും ഇല്ല. അതുകൊണ്ടല്ലേ ഈ സമ്മേളനത്തിൽ നിങ്ങൾ ശ്രദ്ധിച്ചോ, നേരത്തെ ആരെ സൂചിപ്പിച്ചു, ഈ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനുണ്ട്, അതുപോലെ തന്നെ VD സതീശനുണ്ട്, കർണാടകയുടെ ഡെപ്യൂട്ടി മുഖ്യമന്ത്രിയുണ്ട്, എല്ലാ രാഷ്ട്രീയ പാർട്ടി ആളുകളും സ്റ്റേജിലുണ്ട്, സദസ്സിലുണ്ട്, ഒരുമിച്ച് ചേർന്ന് നടത്തുക. അപ്പൊ സമസ്ത മൈൻഹാജിയെ പോലെയുള്ള ലീഗ് നേതാക്കളെ കണ്ടില്ല കേട്ടോ. മൈൻഹാജിയെ പോലെയുള്ള ലീഗ് നേതാക്കളെ അവിടെ കണ്ടില്ല. അത് അദ്ദേഹത്തോട് ചോദിക്കണം, എന്താ കാരണം എനിക്കറിയില്ല, കണ്ടിട്ടില്ലായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് ലീഗ് വിരുദ്ധർക്ക് പ്രാമുഖ്യം ഉണ്ടായിരുന്ന വേദിയായിരുന്നു എന്ന്. അങ്ങനെയൊന്നും ഇല്ല. ലീഗ് വിരുദ്ധർ എന്നല്ല, സമസ്തക്ക് പ്രാമുഖ്യമുള്ള വേദിയായിരുന്നു അത്. അതിന്റെ പ്രവർത്തകർ മുഴുവൻ സമസ്തയോട് താല്പര്യമുള്ള ആളുകളായിരുന്നു. അങ്ങനെ അത് നറേഷൻ കൊടുക്കാമോ? ലീഗ് വിരുദ്ധർ ലീഗ് അനുകൂലികൾ എന്നൊരു സംവിധാനം ഇല്ല. ശരി, ഡോക്ടർ ജി ഗോപകുമാർ, താങ്കൾ അതിനോട് യോജിക്കുന്നില്ലല്ലോ? എന്തായാലും ഇല്ല, അത് യോജിക്കുന്നില്ല. കാരണം എന്തായാലും ഇവർക്ക് എന്തായാലും തിരഞ്ഞെടുപ്പ് വരുമ്പോൾ ഒരു നിലപാടെടുക്കേണ്ടി വരുമല്ലോ. ആ നിലപാട്, അതോ അങ്ങനെ ഒരു നിലപാടില്ല, അവർക്ക് എല്ലാവർക്കും അവരുടേതായ സ്വതന്ത്രമായ തീരുമാനമെടുക്കാൻ അനുവാദം കൊടുക്കുമോ? സമസ്തകൾ രാഷ്ട്രീയ നിലപാട് എടുക്കാറില്ല അല്ലേ മുസ്തഫ? ഒരിക്കലും എടുക്കാറില്ല. ഇതുവരെ എടുത്തിട്ടില്ല, ഇനിയും എടുക്കുകയില്ല. സമസ്തയെ സംബന്ധിച്ചിടത്തോളം ഇതിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലും പ്രവർത്തിക്കാം. ആരും അതിന് നിൽക്കാൻ പാടില്ല. അത് വ്യക്തി സ്വാതന്ത്ര്യമാണ്. അതേസമയത്ത് സമസ്തയുടെ പ്രവർത്തകർ എന്നേൽക്ക് സമസ്തയുടെ അതിൻ്റെ പരമാധികാര ബോഡിയായ മുശാവറ ഒരു തീരുമാനമെടുത്താൽ ആ തീരുമാനത്തോടൊപ്പം എല്ലാവരും ഉറച്ചു നിൽക്കണം, സമസ്തയോടൊപ്പം നിൽക്കണം. അവർ മാത്രമേ സമസ്തക്കാരെ അംഗീകരിക്കുള്ളൂ. ഇപ്പം ഇന്നലെ കുണിയിൽ നടന്ന സമ്മേളനത്തിൻ്റെ, കാസർഗോഡ് നടന്ന സമ്മേളനത്തിൻ്റെ പ്രത്യേകത അതാണ്. സമസ്തയെ സ്നേഹിക്കുന്ന ആളുകളാണ് അവിടെ പങ്കെടുത്ത 99% ആളുകളും സമസ്തയോടൊപ്പം നിൽക്കുന്ന ആളുകളാണ്. ആ ഒരു വ്യത്യാസമുള്ളൂ. വേണമെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ പറയാം, സമസ്തയുടെ സ്വത്ത് അംഗീകരിക്കുന്നവരും സ്വത്ത് വിരോധികളും എന്ന് വേണം നിങ്ങൾക്ക് പറയാം. സമസ്തക്ക് അതിൻ്റെതായ ഒരു സ്വത്തുണ്ട്. ആ സ്വത്വത്തിലൂടെ മുന്നോട്ട് പോകണമെന്നാണ് ഞങ്ങളൊക്കെ ആഗ്രഹിക്കുന്നത്. ശരി, സയ്യിദ് പണിക്കർ, അത് ജമാഅത്തെ ഇസ്ലാമിയെ കൂടെ കൂട്ടുന്ന ലീഗിനുള്ള ഒരു മുന്നറിയിപ്പ് കൂടിയാണല്ലോ ഇപ്പോൾ മുസ്തഫ ഇവിടെ നൽകിയിരിക്കുന്നത്. കൃത്യമായ രാഷ്ട്രീയമല്ലേ അതിൽ? തീർച്ചയായിട്ടും സമസ്ത രാഷ്ട്രീയമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കില്ല എന്ന് പറയുമ്പോൾ കക്ഷി രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ എടുക്കില്ല എന്ന് മാത്രമേ അതിനർത്ഥമുള്ളൂ. അതല്ലാതെ സമസ്ത എടുക്കുന്ന തീരുമാനങ്ങളെല്ലാം രാഷ്ട്രീയമായിട്ടുള്ള തീരുമാനങ്ങൾ തന്നെയാണ്. അഥവാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ സ്വാധീനിക്കുന്ന രീതിയിലത്തേക്ക് ഒരു പ്രഷർ ഗ്രൂപ്പ് പോലെ പ്രവർത്തിക്കാനായിട്ട് സമസ്ത എല്ലായ്പ്പോഴും ശ്രമിച്ചിട്ടുണ്ട്. അത് തർക്കമില്ലാത്ത കാര്യം തന്നെയാണ്. നമുക്ക് പലപ്പോഴും അറിയാം, നേരത്തെ ഇവിടെ തന്നെ ചർച്ച ചെയ്തിരിക്കുന്ന പല വിഷയങ്ങളിൽ, നേരത്തെ പറഞ്ഞ വഖഫിൻ്റെ PSC നിയമനമായിക്കോട്ടെ, സർക്കാരുമായി ബന്ധപ്പെട്ട് ജെൻഡർ ന്യൂട്രൽ യൂണിഫോം ആയിക്കോട്ടെ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ സമയക്രമീകരണമായിക്കോട്ടെ, ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് സമസ്ത എന്ത് തരത്തിലുള്ള ചർച്ചയാണ് നടത്തിയിട്ടുള്ളത്? എന്തെങ്കിലും മതപരമായിട്ടുള്ള ചർച്ച മാത്രമായിട്ട് അവരുടെ വിഭാഗത്തിലാണോ? അല്ല. സർക്കാരിനെ പ്രഷർ ചെയ്യിപ്പിച്ച് ആ തീരുമാനത്തിൽ നിന്ന് പിന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടുന്ന രീതിയിലത്തേക്കുള്ള പൊളിറ്റിക്കൽ പ്രഷർ തന്നെ അവരിട്ടിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ രാഷ്ട്രീയമായിട്ട്, കക്ഷി രാഷ്ട്രീയമായിട്ട് നിൽക്കുന്ന ഒരു സംഘടനയല്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷേ രാഷ്ട്രീയത്തിൽ അതിശക്തമായിട്ടുള്ള ഇടപെടലുകൾ അവർ നടത്തുന്നുണ്ട്. ഇപ്പം നമ്മളത് ആലോചിച്ച് നോക്കുക. കേരളത്തിൽ നമ്മളെല്ലാ കാര്യത്തിലും പറയുന്നതാണല്ലോ നമ്പർ 1 പ്രബുദ്ധ കേരളം എന്നൊക്കെ. 2026 തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് നമ്മൾ ചർച്ച ചെയ്യുന്ന പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ ഒന്ന് ജമാഅത്തെ ഇസ്ലാമി വർഗീയ പാർട്ടിയാണോ അല്ലയോ എന്നുള്ളതാണ്. അവരുടെ വർഗീയമുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. കോൺഗ്രസിന്റെ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള ആൾക്കാർ ജമാഅത്തെ ഇസ്ലാമിയെ വെളുപ്പിക്കാനായിട്ട് ശ്രമിക്കുന്ന സമയത്ത് കുറേയധികം ആൾക്കാർ അതിനെ എതിർക്കുന്നു. ഞാൻ പറയുന്നത് തർക്കമില്ലാത്ത ചില കാര്യങ്ങളുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ് ജമാഅത്തെ ഇസ്ലാമി ഉണ്ടാക്കിയിരിക്കുന്നത്? മൗദൂദി ഇത് സ്ഥാപിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ആശയങ്ങൾ എന്താണ്? ആ ആശയത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു ആശയം ഇന്ത്യയിലോ അല്ലെങ്കിൽ കേരളത്തിലോ പ്രവർത്തിക്കുന്ന ജമാഅത്തെ ഇസ്ലാമിക്ക് ഉണ്ടാകാനായിട്ട് സാധിക്കും. പിന്നെ എന്ത് ജമാഅത്തെ ഇസ്ലാമിയാണത്? നമ്മൾ ഈ ഉപ്പിന് ഉപ്പുണ്ടോ എന്ന് ചോദിക്കുന്നത് പോലെയാണ്. ഉപ്പിന് ഉപ്പില്ല, എൻ്റെ വീട്ടിലിരിക്കുന്ന ഉപ്പിന് ഉപ്പില്ല എന്ന് കേരളത്തിലെ സംഘടനയുടെ ഒരു നേതാവ് വന്ന് പറഞ്ഞാൽ അത് ശരിയായിട്ടുള്ള കാര്യമാണോ? പിന്നെ അത് ഉപ്പാണോ? എങ്കിൽ പിന്നെ നിങ്ങൾ സംഘടനയുടെ പേര് മാറ്റണം, മറ്റെന്തെങ്കിലും പേരിടണം. അപ്പം നിങ്ങൾ എവിടെയും പ്രവർത്തിക്കുന്ന സമയത്ത് നിങ്ങളുടെ അടിസ്ഥാനമായിട്ടുള്ള ചില ആശയങ്ങളുടെ അടിസ്ഥാനത്തിൽ മതരാഷ്ട്ര സ്ഥാപനത്തിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ സ്ട്രൈവ് ചെയ്യുന്നത് എങ്കിൽ അങ്ങനെ തന്നെയാണ്. മലയാളത്തിലുള്ള ഭരണഘടന ജമാഅത്തെ ഇസ്ലാമിയുടെ വെബ്സൈറ്റിൽ കിടപ്പില്ലേ? എന്താ അതിനകത്ത് എഴുതിയിരിക്കുന്നത്? അവരെ ശരിയ നിയമത്തിന് വിരുദ്ധമായിട്ട് എന്തെങ്കിലും ചെയ്യാനായിട്ട് പറയുന്നുണ്ടോ? മതപരമായിട്ടുള്ള കോടതികളിൽ മതപരമായിട്ടുള്ള കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് കാര്യങ്ങൾ തീരുമാനിക്കപ്പെടേണ്ടത് എന്ന് പറയുന്നു. മറ്റൊരു നിവൃത്തിയും ഇല്ലെങ്കിൽ മാത്രമാണ് ഇന്ത്യയിലെ ജുഡീഷ്യറിയെ
സമീപിക്കുന്നതിന് വേണ്ടിയിട്ട് അത് പറയുന്നത്. അതൊക്കെ എന്ത് തരത്തിലുള്ള ആശയമാണ്? അങ്ങനെയുള്ള ആശയം പറയുന്ന ഏത് സംഘടന ആയിക്കോട്ടെ, ഏത് രാഷ്ട്രീയ പാർട്ടി ആയിക്കോട്ടെ, എന്ത് തരത്തിൽ പ്രവർത്തിക്കുന്ന സംഘടന ആയിക്കോട്ടെ, അത് നമ്മുടെ ഭരണഘടനയ്ക്ക് അതിൽ വിഭാവനം ചെയ്യുന്ന ഭരണക്രമത്തിന് വിരുദ്ധമായ താല്പര്യത്തിലാണ് പ്രവർത്തിക്കുന്നത്. ആ കാര്യത്തിൽ ഒരു തർക്കവുമില്ല. നമ്മുടെ നാട്ടിൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനും ഇന്ത്യൻ ലോയുമാണുള്ളത്. ശരിയാണ്. അപ്പോൾ ശ്രീ മുസ്തഫ മുണ്ടുബാഗ, എന്തായാലും ജമാഅത്തെ ഇസ്ലാമിയോട് കൂട്ടുകൂടുവാനുള്ള നീക്കത്തിൽ നിന്ന് UDF പിന്മാറണം, ഇതാണ് സംസ്ഥയുടെ ആവശ്യം അല്ലേ? UDF എന്നോ LDF എന്നോ ഞങ്ങൾ പറയുന്നില്ല. ജമാഅത്തെ ഇസ്ലാമി അപകടകാരിയാണ്. ഞങ്ങളെ രണ്ട് പ്രധാന കാരണവും ഞങ്ങൾ പറഞ്ഞു. അതാരും അവരെ ഭരണ പങ്കാളിത്തത്തിലേക്ക് എത്തുന്ന ഒരവസ്ഥ എന്ന് പറഞ്ഞാൽ ഏത് ഭാഗത്തു നിന്നായാലും ഞങ്ങൾ അതിനെ എതിർക്കുക തന്നെ ചെയ്യും. അതിന് മുൻകാലങ്ങളിൽ ഞങ്ങൾ എതിർത്തിട്ടുണ്ട്, ഇപ്പോഴും എതിർത്തുകൊണ്ടിരിക്കുന്നു. സംസ്ഥയുടെ 100ാം വാർഷിക സമ്മേളനത്തിൽ ശ്രദ്ധിക്കപ്പെട്ട ഏറ്റവും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രമേയമായി അത് വന്നത്. പ്രത്യേകിച്ച് നിലവിലെ സാഹചര്യം കൂടി പരിഗണിച്ചുകൊണ്ടാണ് ആ പ്രമേയം വന്നത്. അപ്പോൾ സമസ്ത എക്കാലവും എതിർത്തിട്ടുണ്ട്, ഇപ്പോഴും എതിർത്തുകൊണ്ടിരിക്കുന്നു. ഭാവിയിലും ജമാഅത്തെ ഇസ്ലാമിയെ ഞങ്ങൾ എതിർക്കും. അതേസമയത്ത് മുജാഹിദിനെയും ഞങ്ങൾ എതിർക്കുന്നുണ്ട്. മുജാഹിദ് വിശ്വാസപരമായി ഞങ്ങൾക്ക് യോജിക്കാൻ കഴിയാത്ത നിലപാട് സ്വീകരിക്കുന്ന ആളുകൾ എന്ന നിലക്കാണ്. ഇവരെ സംബന്ധിച്ച് മറ്റൊരു കാരണം കൂടിയുണ്ട്. മതേതര നമ്മുടെ നാട്ടിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രവർത്തനം മുസ്ലിം സമുദായത്തിന് ദോഷമായി വരുത്തി വെക്കൂ, ഒരു ഗുണവും വരുത്തി വെക്കുന്നില്ല എന്ന് ഉത്തമ ബോധ്യം ഞങ്ങൾക്കുണ്ട്. ആ ഒരു സാഹചര്യത്തിലേക്ക് നമ്മുടെ നാട് എത്താൻ പാടില്ല. പ്രത്യേകിച്ച് ഹിന്ദു വർഗീയതയും മുസ്ലിം വർഗീയതയും പരസ്പരം ഏറ്റുമുട്ടുന്ന ഒരു സാഹചര്യത്തെ ഒരിക്കലും ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല എന്ന് മാത്രമല്ല, ഞങ്ങൾക്ക് നേതൃത്വം നൽകിയ ബഹുമാന്യനായ ഷംസുല്ലമ EK അബൂബക്കർ മുസ്ലിയാറുണ്ട്. അദ്ദേഹം ഞങ്ങൾക്ക് മതേതര രാജ്യത്ത് എങ്ങനെ ജീവിക്കണം എന്നതിനെക്കുറിച്ചുകൊണ്ട് കൃത്യമായി ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്നിട്ടാണ് അദ്ദേഹം വിട പറഞ്ഞത്. ഞങ്ങൾ അദ്ദേഹത്തിന്റെ ആ കാഴ്ചപ്പാടിലൂടെയാണ് ഇന്നും മുന്നോട്ട് പോകുന്നത്. മതേതര രാജ്യമാണ് ഇവിടുത്തെ. പെരുന്നാളിന് 3 ദിവസത്തെ അവധി ആവശ്യം, സമസ്തയുടെ സമ്മർദ്ദ രാഷ്ട്രീയമോ? അതേ എന്ന് 78% പ്രേക്ഷകർ, അല്ല എന്ന് 18%. വേണ്ടിവരെ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.